لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ആദ്യമായിട്ടായിരിക്കും കാസർഗോഡ് വെച്ചിട്ടൊരു വേദിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. പരിചിതമായിട്ടുള്ള സ്ഥലമാണ് ഉദുമ. ഉദുമയിൽ എം.എ. റഹ്മാൻ മാഷ് അറിയോ? കേട്ടിട്ടുണ്ടോ? കാസർഗോഡ് എന്ന് പറയാൻ പാടില്ല, കാസർഗോട്ടെ മലപ്പുറത്താണ് എൻ്റെ ഉപജീവന മാർഗം. മലപ്പുറത്ത് ഉസ്താദിന് കാസർഗോഡാണ് ഉപജീവന മാർഗം. അപ്പോൾ കാസർഗോട്ടെ എനിക്ക് മലപ്പുറത്താണ് ഉപജീവന മാർഗം. അപ്പോൾ ഇതേപോലെ ഒരു വുമൻസ് കോളേജാണ്, ആർട്സ് കോളേജാണ്. അപ്പോൾ അവിടെ നിരന്തരം അവിടുത്തെ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് തന്നെ കാസർഗോട്ടെ തനി ഭാഷ അല്ലെങ്കിൽ വാങ്മൊഴിയും പുറത്തേക്ക് വരുമോ എന്നറിയില്ല. രണ്ടും മിക്സാക്കി ആകെ കുളമാവോ എന്നുള്ളതും ഡൗട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് അവിടെ ആയതുകൊണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം, കളിയാക്കരുത്. ഓക്കെ, പെട്ടെന്ന് സ്വിച്ച് ചെയ്യാണല്ലോ. നമ്മുടെ റഹ്മാൻ മാഷ് കാസർഗോട്ടെ നിന്ന് പ്രതിപാദനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിദ്ധനാവുന്നത് ബഷീർ ദ മാൻ ഡോക്യുമെൻ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വിഖ്യാതമായി നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ബഷീർ ദ മാൻ എന്നുള്ളൊരു ഡോക്യുമെൻ്ററി, ബഷീറിനെ കുറിച്ച് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി. ആ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത വ്യക്തിയാണ് എം.എ. റഹ്മാൻ മാഷ്. എൻഡോസൾഫാൻ കാസർഗോട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയിയാണ്. എൻഡോസൾഫാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ 2000-ന് ശേഷം ജനിച്ചവരല്ലേ? 2004-ന് ശേഷം ജനിച്ചവരാണോ? ആണ്. ഏതായാലും 2004-ന് ശേഷം ജനിച്ചതുകൊണ്ട് തന്നെ കാസർഗോഡിന് സവിശേഷമായിട്ടുള്ള ഒരു ബോധം മീൻസ് ചരിത്രം നമുക്കങ്ങനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എൻഡോസൾഫാൻ സമരം ശക്തമായിരുന്ന കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിവിസ്റ്റ് രംഗത്തൊക്കെ ഉണ്ടായ മനുഷ്യൻ കൂടിയാണ്. മഹല്ല്, അതേപോലെ തന്നെ മറ്റൊരു നോവലും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ഇങ്ങനെ കുറച്ച് എഴുത്തുകാരന്മാരേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എല്ലാം കുറച്ചേ തരുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു മെഡിക്കൽ കോളേജൊക്കെ നമ്മുടെ നാട്ടിൽ വരും എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നോ? ഉണ്ടോ? മെഡിക്കൽ കോളേജ് ഉണ്ടോ? ഇല്ല. നമ്മളെങ്ങോട്ടാ ഓടുക? നമ്മളെങ്ങോട്ടാ പായ? അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസിന് വന്ന് അങ്ങോട്ടാ പോലെ മംഗലാരത്തേക്ക് പോകും. ഒരു അത്യാവശ്യം നല്ലൊരു കോളേജ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ കുടുംബക്കാരൊക്കെ പഠിക്കാൻ അങ്ങോട്ട് പോകും. കേട്ടില്ല? എവിടേക്ക്? പുതുമക്കരുതോ? പിന്നെ മംഗലാരത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം ഇല്ല. മംഗലാരം നമ്മുടെ നാടാണോ? അല്ലേ? മംഗലാരത്തെ ആരുമില്ലല്ലോ ഇവിടെ. മംഗലാരം നമ്മുടെ നാടല്ല. പണ്ട് നമ്മുടെ നാടായിനോ മംഗലാരം? നാടായിരുന്നോ? അല്ലേ? നമ്മുടെ നാടിന്റെ ചരിത്രത്തെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. എന്നാണ് കേരളം ഉണ്ടായത്? എന്നാ കേരളം ഉണ്ടായി? കേരളത്തിന് മുമ്പ് കേരളം എങ്ങനെയായിരുന്നു? മലബാർ എന്ന് കേട്ടിട്ടുണ്ടോ? മലബാർ, കൊച്ചി രാജ്യം, തിരുവിതാംകൂർ കേട്ടിട്ടില്ലേ? ഇങ്ങനെ 3 കഷ്ണങ്ങളും നിരവധി കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. നാട്ടുരാജ്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതായിരുന്നു ഇന്ത്യ മൊത്തം. കേരളം മാത്രം. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് പറയപ്പെട്ട 1947-ന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അവസാനം ഉണ്ടായ സംസ്ഥാനം ഏതാ? കേട്ടിട്ടുണ്ടോ? പറയാത്തോണ്ടേ ഇവരുടെ ഒച്ച നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു മൂന്നാണ്
തെലുങ്കാന എന്ന് കേട്ടിട്ടുണ്ടാവും, ഹൈദരാബാദ് കേട്ടിട്ടില്ലേ, ആന്ധ്രാപ്രദേശ് എന്ന് കേട്ടിട്ടില്ലേ? അവിടെ വീണ്ടും ഭാഷാ സമരം ശക്തമായി. അങ്ങനെ ആന്ധ്രയും തെലുങ്കാനയും തമ്മിൽ രണ്ടും വിഭജിച്ചു. അതേപോലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ കേരളമുണ്ടായി. ആ കേരളത്തിൽ മലബാറും പെട്ടു, തിരുവിതാംകൂറും പെട്ടു, കൊച്ചി രാജ്യവും പെട്ടു. ആ സമയത്ത് കാസർഗോഡ് ജില്ല ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് ജില്ല എപ്പോ വന്നെന്നറിയോ? 1984 മെയ് 24 കാസർഗോഡ് ജില്ല ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 47 കിട്ടിയിട്ട് പിന്നെ 84 കാസർഗോഡ് ജില്ല ഉണ്ടാകുന്നത്. അതുവരെ നമ്മളെന്തായിരുന്നു? കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂരും കാസർഗോഡും അന്ന് ഒന്നാണ്. നമ്മളെ കുറിച്ച് ചെറിയൊരു മാപ്പ്, ചിത്രം, നമ്മുടെ നാടിനെ കുറിച്ചുള്ള ഒരു ചിത്രം അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കാസർഗോഡ് ഉണ്ടാകുന്നു. കാസർഗോഡ് പിന്നെ നമ്മളെ നാട് സിനിമകളിലൊക്കെ വലിയ രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്നു. എങ്ങനെ അറിയാം? സ്വർണ്ണക്കടത്തുകാരായിട്ടാണ്. പുറത്തു പോയി നമ്മളോട് കാസർഗോഡ്കാരനാ ചോദിക്കുമ്പോൾ നിങ്ങൾ നല്ല പൈസക്കാരല്ലേ എന്നേക്കോ, നിങ്ങൾ ഫുള്ള് കട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ട് ഓഫീസെല്ലാം ഉണ്ടല്ലോ എന്ന് പറയും. അതെ, ദുബൈയിൽ സ്വന്തമായിട്ട് രാജ്യങ്ങളുടെ ടീം കാസർഗോഡാണെന്ന് പറയും. എന്താ സ്വന്തമായിട്ട് പാസ്പോർട്ട്, കള്ള പാസ്പോർട്ട് ഉണ്ടാക്കിയ പരിപാടി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മള് കാസർഗോഡാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രൂപമുണ്ട്. കള്ളനാണ് കണ്ടാൽ തന്നെ പറയാം, ഒരു പൈസക്കാരാണ്, പൈസയിൽ എന്തും ചെയ്യും, കള്ളന്മാരാണ് എന്നുള്ളത് നമ്മളെ കാസർഗോഡിനെ കുറിച്ച് നമ്മൾ പുറത്ത് പോയൊക്കെ കേൾക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഉസ്താദിനോടും, ഉസ്താദ് കാസർഗോഡാണ് വർക്ക് ചെയ്യുന്ന അറിയുമ്പോൾ ചിലപ്പോൾ ഉസ്താദിനോടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ ഇല്ലേ ചോദിച്ചിട്ടില്ലേ? അത് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പൊ ആ രീതിയിൽ നമ്മുടെ നാടിനെ കുറിച്ചുള്ള ഒരു രൂപം ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ മാറും? സിനിമകളിൽ കൊള്ളക്കാര്, പിന്നെ നോവലുകൾ അതിന് മാത്രം പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാസർഗോഡിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ വലിയ എഴുത്തുകാരന്മാരൊന്നും കാസർഗോഡിനെ അതിജീവിച്ചുകൊണ്ടുള്ള നോവലുകളൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ കാസർഗോഡുകാരായിട്ടുള്ള എഴുത്തുകാരന്മാർ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു നോവലിന്റെ പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, എന്മകജൻ. അംബികാസുധൻ മാങ്ങാടിന്റെ എന്മകജൻ. എന്മകജ നോവല് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഭീകരതയെ അവതരിപ്പിക്കുന്ന നോവലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കാസർഗോഡിന് എന്തുണ്ടെങ്കിലും നമ്മൾ എവിടെ പോകണം? മംഗലാപുരത്തേക്ക് ചാടി പോകണം, മംഗലാപുരത്തെത്തണം. എന്നാലും മാത്രം നമ്മളൊരു തലസ്ഥാനം, അനൗദ്യോഗിക തലസ്ഥാനമാണ് മംഗലാപുരം. എങ്ങനെ നമ്മൾ മംഗലാപുരത്ത് നിന്ന് മാറി കാസർഗോഡായി? നമ്മുടെ നാട്ടിൽ എത്ര ഭാഷ ഉണ്ട്? 7 ഭാഷ ഉണ്ട്. ഏതൊക്കെ? കുടിഞ്ഞ ഏതൊക്കെ? മലയാളം, കന്നഡ, തുളു, ഉറുദു. അറിയോ? കാസർഗോഡ് ഉറുദു സംസാരിക്കുന്നല്ലോ. കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ആൾക്കാരല്ലേ? കാഞ്ഞങ്ങാട് ഒരു ഉറുദു മദ്രസെല്ലാം ഉണ്ടല്ലോ, അറിയോ? ഉറുദു. കൊങ്ങിണി കണ്ടിട്ടില്ല? ഗോവയില് പോർച്ചുഗീസുകാര് ആട്ടി ഓടിപ്പിച്ച ബ്രാഹ്മണന്മാര് കാസർഗോഡ് വന്ന് ജീവിച്ച ഓരോ ഭാഷയാണ് കൊങ്ങിണി. പിന്നേതാ? കേട്ടില്ല? ബ്യാരി കേട്ടിട്ടുണ്ടോ? ബ്യാരി. കന്നഡയും തുളുവും മലയാളവും അറബിയും ഒക്കെ മിക്സ് ആക്കിയിട്ടില്ല. നെക്കിനിക്ക് നമ്മൾ കഴിയാത്ത പറയും, നെക്കിനിക്ക്. ആ ഭാഷ ഉള്ളത് എവിടെയാണ്? എന്നാൽ ഇത്രയും ഭാഷാ സമ്പന്നമായിട്ടുള്ള ഒരു നാടിൽ നിന്ന് വളരെ കുറവ് രചനകൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി, നമ്മുടെ പിന്നെ ദേശത്തെ കാസർഗോഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത്ര കുറവ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? സാഹിത്യ രചനകൾ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? നമ്മൾ എന്തുകൊണ്ട് പിന്നോട്ടായി? ഇവിടെ സ്കൂളിലെ കണക്കെടുത്ത് നോക്കിയാൽ കുറവ് നമുക്ക്, ഹോസ്പിറ്റലിലെ കണക്കെടുത്ത് നോക്കിയാൽ കുറവ് നമുക്ക്, കോളേജിന്റെ കണക്കെടുത്ത് നോക്കിയാൽ കുറവ് നമുക്കാണ്. കേരളത്തിൽ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ
ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഈ പറഞ്ഞതൊക്കെ ഗവൺമെന്റ് സംവിധാനങ്ങളാണ്. ഈ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ എടുത്തു നോക്കിയാലും കാസർഗോട്ടുകാരുടെ കണക്ക് എപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭീതി മനസ്സിലായത്? എപ്പോഴാണ് ഭീതി മനസ്സിലായത്? കോവിഡ് കൊറോണ വന്ന സമയത്ത് അറിയില്ലേ, കർണാടകക്കാർ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞ് മണ്ണിട്ട് 5-6 മനുഷ്യന്മാരാണ് അവിടെ മരിച്ചത്. എങ്ങനെ മരിച്ചത്? നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം മരണപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ നല്ല ഹോസ്പിറ്റലില്ല, മംഗലാരം എത്തിക്കണം, എന്നാലും ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. മംഗലാരം പറഞ്ഞു ഞങ്ങൾ കേരളത്തിലുള്ള ആരെയും കയറ്റില്ല, കോവിഡ് റെസ്ട്രിക്ഷന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴും അവിടെ കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന മെഡിക്കൽ കോളേജ് ഉണ്ട്. വർഷങ്ങളായി പ്രഖ്യാപിച്ചു, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പ്രഖ്യാപിച്ചത്. 10-15 വർഷം കഴിഞ്ഞ് ഇന്നും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പിന്നെ പോണത് നമ്മൾ പരിയാരം പോകണം, കണ്ണൂർ ജില്ലയിൽ. ഇത്ര ദൂരം. നമ്മളെന്തേ ഈ നാട്ടിലെ ടാക്സ് കൊടുക്കുന്നവരല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ദേശത്തെ കുറിച്ചുള്ള ഒരു ഭാവന നമ്മളിൽ ഉണ്ടാവണം, ബോധം ഉണ്ടാവണം. ഈ എഴുത്ത് ഇവിടുന്ന് വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് വേണം. നമ്മുടെ ദേശത്തെ കുറിച്ച് ആണ് ആദ്യം പറഞ്ഞു തരുന്നത്, നമ്മുടെ നാടിനെ കുറിച്ച് അറിയാന്നുള്ളത്. അപ്പൊ നമ്മുടെ നാട് ഒന്ന് ഈ പറയപ്പെടുന്ന സാഹിത്യത്തിലും സിനിമയിലും കൊള്ളക്കാരും കള്ളന്മാരായിട്ട് അറിയപ്പെടുന്ന ഒരു നാടാണ്. 2, എൻഡോസൾഫാൻ എന്നുള്ള ഭീകരമായിട്ടുള്ള വിഷം അത് ബാധിച്ച് അതിൻ്റെ കെടുതി അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള നാടാണ്. എൻഡോസൾഫാൻ പ്രശ്നം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടില്ലേ? വലിയ തലകൾ, ചെറിയ ശരീരം, ബുദ്ധിമാന്ദ്യം സംഭവിച്ച 10, 30, 20, 35 വയസ്സുള്ള വലിയ ആളുകൾ. അങ്ങനെ വലിയ രീതിയിൽ എൻഡോസൾഫാന്റെ പ്രശ്നം അനുഭവിച്ചത്. എങ്ങനെയാണ് എൻഡോസൾഫാൻ എന്നുള്ള വിഷം നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്? കശുവണ്ടി നമ്മുടെ നാട്ടിൽ എന്താ പറയല്? അതിന്റെ മരത്തിന് എന്താ പറയല്? പറങ്കായ. മറന്നുപോയി. പറങ്കായ പണ്ട് കുറെ മറക്കിയതും എടുത്തുകൊണ്ടതൊക്കെയാണ് പറങ്ക. ഈ പറങ്കായ, ഈ പറങ്കാങ്ങ എന്നുള്ള പേര് വരാൻ കാരണം എന്താ? ഇത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സാധനമല്ല. ഈ കശുവണ്ടി പറങ്കാങ്ങ നാട്ടിലുണ്ടായതല്ല. പറങ്കിപ്പടാന്ന് പറഞ്ഞാൽ ആരാ? പറങ്കികൾ കൊണ്ടുവന്നാണ്. പോർച്ചുഗീസുകാര് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അവർ കൊണ്ടുവന്ന സാധനമാണ് ഈ പറങ്കാങ്ങ. അതുകൊണ്ടാണ് അതിന് അങ്ങനെയുള്ള പേര് വരാനുള്ള കാരണമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കശുവണ്ടി ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഈ കശുവണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് വെള്ളം വേണ്ട, അത് വെറുതെ വളർന്നു. വെള്ളം വേണ്ടാന്ന് മാത്രമല്ല, സമീപമുള്ള ജലാശയങ്ങളൊക്കെ അത് നശിപ്പിച്ചോളൂ. അങ്ങനെ ഒരു പ്രശ്നം പറങ്കാങ്ങക്കുണ്ട്. അപ്പൊ ഈ പറങ്കാങ്ങ ഏത് പാറയിൽ നട്ടാലും, നമ്മള് വരണ്ടടുത്തൽ പറങ്കാങ്ങ പാറ, ഫുള്ള് പാറ, അവിടെ പറങ്കാങ്ങ എത്രയോ കാലം വലുതായിട്ടുണ്ടായി. അപ്പൊ ഈ പറങ്കാങ്ങ നമ്മൾ ഈ മധ്യകിഴക്ക് പ്രദേശത്ത് ആ ഏരിയകളിലൊക്കെ മലകളെ അവിടെ താമസിക്കുന്ന പിന്നെ കുറകന്മാരെന്ന് കേട്ടിട്ടുണ്ടാവും. വേട്ടോര്, കുറകന്മാര്, കൊലയന്മാര് എന്ന് പറയപ്പെടുന്ന ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ എന്നറിയപ്പെടുന്ന ഈ മണ്ണിൽ എന്നുണ്ടായ ആൾക്കാരാണ് അവർ, ജനങ്ങൾ, മനുഷ്യന്മാര്. അങ്ങനെ കുറച്ച് മനുഷ്യന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ പിന്നെ അവിടുന്ന് ഇറക്കി, എന്നിട്ട് കോൺക്രീറ്റ് വീടുകൾ കൊടുത്തു. കുടിലുകൾ കെട്ടി താമസിക്കുന്ന കുറകന്മാരും വേട്ടൂരായിട്ടുള്ള മലയരും ഇവരൊക്കെ ആയിട്ടുള്ള വിഭാഗത്തെ മനുഷ്യന്മാരെ സർക്കാർ എന്ത് ചെയ്തു? പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആളുകളെയൊക്കെ താഴെ ഇറക്കി, മല ഇറക്കിയിട്ട് ഈ പറങ്കാങ്ങ നട്ട് വലിയ ഏക്കറുകളോളം ഈ പറങ്കാങ്ങ നട്ട് പിന്നെ പറങ്കാങ്ങ കൃഷിയാക്കിയ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് അത് നിയന്ത്രിക്കുന്നത് മൊത്തം. അതിൽ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. അതുവരെ ഈ പറയപ്പെടുന്ന കുറകന്മാരെയും മലയന്മാരെയും പുലയന്മാരുടെ ഒക്കെ ഒരു ആവാസ കേന്ദ്രവും അവരുടെ പിന്നെ ജീവിതോപാധിയുമായിരുന്നു. അവർ ചൂരൽ കൊണ്ട് പല വസ്തുക്കൾ ഉണ്ടാക്കുക, അത് വിൽക്കാന്നൊക്കെയാണ് ഓരോ മെയിൻ പരിപാടി. അത് നഷ്ടപ്പെട്ട് അവർ കോൺക്രീറ്റ് വീട്ടിലേക്കൊന്നും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് ശീലമില്ല. കോൺക്രീറ്റ് വീടുകളിലേക്ക് ഉറങ്ങിയിട്ട് അവർക്ക് ശീലമില്ല. അവർ പേടിച്ചിട്ട് മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞത്, ഇത് എപ്പോഴാണ് തലയിൽ വീണ് പൊളിഞ്ഞ് വീഴാം, നമുക്കിത് വേണ്ട, നമുക്ക് സാധാ ഓല ഉണ്ടാക്കിയ പുര മതി എന്ന് പറഞ്ഞിട്ട് അട്ടഹസിക്കുന്ന കുറെ പിള്ളേരെയും പിള്ളേരും. ഇങ്ങനെയുള്ള അടിസ്ഥാന വിഭാഗത്തെ അവിടെ നിന്ന് ഇറക്കി, മല ഇറക്കി അവിടെ നട്ടുപിടിപ്പിച്ച് പറഞ്ഞാൽ
അങ്ങനെ പറങ്കാന് നട്ടുപിടിപ്പിച്ച് മാരകമായിട്ടുള്ള എൻഡോസൾഫാൻ എന്നുള്ള വിഷം ഹെലികോപ്റ്ററിലൂടെ കൊണ്ടുവന്നിട്ട് തളിച്ചു. ഇത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ആ ഭാഗത്ത് ജനിക്കുന്ന കുട്ടികളിലൊക്കെ ഇതിൻ്റെ മാരകമായിട്ടുള്ള അപകടങ്ങൾ വന്നു തുടങ്ങി. പിന്നെയാണ് എൻഡോസൾഫാൻ നിരോധിക്കുന്നത് തന്നെ. പിന്നെ UN നിരോധിച്ച പട്ടികയിലുള്ള കീടനാശിനിയാണ് എൻഡോസൾഫാൻ. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ വർഷങ്ങളോളം സമരം നടന്നു. ഉപ്പുമരച്ചൂട് എന്നുള്ളൊരു സമരഭൂമി തന്നെ നമ്മുടെ പിന്നെ നാട്ടിലുണ്ടായിരുന്നു. എവിടെയെന്ന് വെച്ചാൽ പുതിയ സ്റ്റാൻഡ് ബിഗ് ബസാറിന്റെ കെട്ടിയ ബിൽഡിംഗ് അറിയില്ലേ, പഴയ ബിഗ് ബസാറിന്റെ. ഇപ്പൊ അതെന്താ സ്മാർട്ട് ബസാർ എന്തായി മാറിയിട്ടുള്ളതല്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് ചുറ്റും ഒക്കെ പൊളിച്ചു പോയി, റോഡ് പണി നടക്കുന്നതുകൊണ്ടൊക്കെ പോയി. എൻ്റെ ചരിത്രത്തിൻ്റെ എല്ലാ വിശിഷ്ടങ്ങളെയും കൊണ്ടാണ് നമ്മൾ ഈ വികസനത്തിൻ്റെ വലിയ എന്താ പറയുക ഭീമൻ കല്ലുകളും ഭീമൻ റോഡുകളും നമ്മൾ മുമ്പിലേക്ക് പോകുന്നത്. അതിൻ്റെ താഴെ അടിയിൽ ചരിത്രത്തിൻ്റെ, കാസർഗോഡിൻ്റെ സമര ചരിത്രത്തിൻ്റെ വലിയൊരു ശേഷിപ്പുകൾ അവിടെ ബാക്കിയുണ്ട്. നമ്മളിനി അത് തിരിച്ചറിയില്ല. നമ്മളിനി അടുത്ത് വരുന്ന തലമുറയ്ക്ക് ഇങ്ങനൊരു ചരിത്രം കാസർഗോഡ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഈ ഒപ്പുമരച്ചുവടിൽ കാലങ്ങളായിട്ട് നമ്മുടെ പിന്നെ സുഗതകുമാരി കവിയത്രി അറിയില്ലേ, സുഗതകുമാരി ടീച്ചറൊക്കെ വന്ന് നിരന്തരം അവിടെ ഒപ്പുമരച്ചുവട് നടന്നത്. കാരണം അവിടെ ഒരു ഒപ്പിടുന്നൊരു കേന്ദ്രം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള ചരിത്രബോധങ്ങളും നമ്മുടെ ഭൂതകാലവും തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് പേന എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെക്കുറിച്ച് തിരിച്ചറിയണം, നമ്മളെ നാടിനെ കുറിച്ച് തിരിച്ചറിയണം, സ്വത്വത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ച്. ഇതിനൊക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമേ പേനയിൽ നിന്ന് നമുക്ക് എന്ത് വരുള്ളൂ, വാക്കുകൾ വരുള്ളൂ. വാക്ക് ഇങ്ങനെ ഒരു ഡിക്ഷണറി നോക്കിയാൽ അത്യാവശ്യം വാക്കുകൾ വരും. പക്ഷെ ആ വാക്കുകളെ ക്രോഡീകരിക്കുന്നത് നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ള ഭാവനയിൽ നിന്നാണ്. ആ ഭാവന നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ദേശം എന്താണ്, കാസർഗോഡ് എന്താണ്, എന്തായിരുന്നു കാസർഗോഡിൻ്റെ ചരിത്രം എന്താണ്, കാസർഗോഡ് എങ്ങനെയാണ് ജനങ്ങൾ പിന്നെ ഇങ്ങനെ തിങ്ങിപ്പാർത്തത്, അതിനു മുമ്പ് എന്തായിരുന്നു, ഇവിടെ ആരാണ് ഭരിച്ചിരുന്നത്, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ബോധനങ്ങൾ. അതിന് കവിത എഴുതുന്ന ആളും കഥ എഴുതുന്ന ആളും നോവൽ എഴുതുന്ന ആളും ഇനി ഒന്നും എഴുതുന്നില്ലെങ്കിലും അത്യാവശ്യം വിവരവും ധാരണ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഒപ്പുമരച്ചുവടിൽ നിന്ന് സമരം ചെയ്ത് ഇന്നും എൻഡോസൾഫാൻ വിഷബാധിതർക്ക് സർക്കാർ വേണ്ട വിധത്തിലുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. അവരൊന്നും സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പോകും, സമരം ചെയ്യും. ആ പാവപ്പെട്ട കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോയി സമരം ചെയ്യും. അപ്പോൾ എൻഡോസൾഫാൻ്റെ ഈ ഭീകരമുഖം തിരിച്ചറിയാതെ ഒരു കാസർഗോട്ട് ഒരു എഴുത്തുകാരി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പരിപൂർണ പരാജയമാണ്. ആ ഭീകരത നമുക്കറിയണം. അതിന് നമ്മൾ എന്ത് വായിക്കണം? എന്മഗജ എന്നുള്ള അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവൽ വായിക്കണം. എന്മഗജ വായിച്ചിട്ടുണ്ടോ? അപ്പൊ എന്മഗജ എന്നുള്ള നോവൽ നമുക്ക് വായിക്കണം. അല്ല, നമ്മൾ ദേശത്തെ കുറിച്ച് ധാരാളം അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ പേരൊക്കെ ലിസ്റ്റൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഇതാണ് നമ്മുടെ ഒരു ദേശത്തിൻ്റെ ഭാവന എന്ന് പറയുന്നത്. കാസർഗോഡ് എന്നുള്ള ദേശത്തിൻ്റെ ഭാവന എന്ന് പറയുന്നത്. അങ്ങനെ ഇത് നമ്മുടെ ജില്ലയുടെ. ഇനി ഓരോ നാട്ടിലുണ്ടാവും. മൊഗ്രാലിൽ നിന്ന് വരുന്നവരുണ്ടാവും, ഉണ്ട്. മൊഗ്രാലിൽ വരുന്നവരുണ്ട്. മൊഗ്രാലിൻ്റെ പ്രത്യേകത എന്താ? ഇശൽ നാട് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നാടാണ് മൊഗ്രാൽ. ഇശൽ പൈതൃകം. അവിടെ എല്ലാത്തിനും പാട്ട് കൊണ്ട് ആൾക്കാർ വർത്താനം പറയാം. വിഷയം പറയൽ പാട്ടിലാണ്. വിഷയം പറയാൻ ഒരു പാട്ടുണ്ടായിരുന്നു. എന്ത് പാട്ട്? ബസ് ഉണ്ടായില്ലേ? സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ വരുന്ന ബസ്സില്ലേ, ബസ്സിനൊരു പാട്ട്. ഹിന്ദു മുസ്ലിം എന്നുള്ളതാണ് ബസ്സിൻ്റെ പേര്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അങ്ങനെ ഒരു ബസ്സിന് ഒരു പേര് വന്നത്. പിന്നെ അതിനൊരു പാട്ട്. ഫുട്ബോളിന് പാട്ട്. മൊഗ്രാലിൻ്റെ മറ്റൊരു ചരിത്രമാണ് ഫുട്ബോളിന് പാട്ട്. പിന്നെ കല്യാണപ്പാട്ട് നിരവധി. കല്യാണത്തിൽ ഓരോ നിമിഷങ്ങൾക്കും ഓരോ പാട്ടാണ്. പെണ്ണിനെ അറയിലാക്കും ഒരു പാട്ട്, ചെക്കനെ കൊണ്ടുപോകും വേറെ പാട്ട്, രാത്രി വേറെ പാട്ട്. ഒരേ പാട്ടല്ല, പല ജാതി പാട്ടുകൾ. 3000-ഓളം പാട്ടുകൾ അറിയുന്ന ഒരു മനുഷ്യന് ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു തലമുറ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ നാട്ടറിവുകളൊക്കെ ഇല്ലാണ്ടായി പോവാണ്. അപ്പം അങ്ങനെ ഒരു ചരിത്രം മൊഗ്രാലിൽ വലിയ ചരിത്രമാണ്. അത് പറയാൻ തന്നെ നമുക്ക് പിന്നീടൊരു സംഗതിയല്ല. അപ്പം മൊഗ്രാലുള്ളവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, നാടിനെ അന്വേഷിക്കാം. അപ്പം മൊഗ്രാലിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അവിടുത്തെ പാട്ട് സംസ്കാരത്തെക്കുറിച്ച്, ഇശൽ സംസ്കാരത്തെക്കുറിച്ച് തിരിച്ചറിയണം, അതിനുള്ള ധാരണ ഉണ്ടാവണം. അവരുടെ അയൽവാസികളല്ലെങ്കിൽ വരുന്നവരുടെ പപ്പാനോടോ അല്ലെങ്കിൽ മാമാനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചങ്ങനെ ഒരു പാട്ട് പാടിത്തരും.
ആ രീതിയിൽ സംസ്കാര സമ്പന്നമായിട്ടുള്ള പാട്ട് സംസ്കാരമുള്ള കേരളത്തിൽ ഇശൽ ഗ്രാമം എന്നറിയപ്പെടുന്ന ഏക ഗ്രാമം അത് മൊഗ്രാനാണ്. അനവധി നിരവധി ചരിത്രം അതിൻ്റെ പിന്നാലെ. തളങ്കരയിൽ നിന്ന് വരുന്നവരില്ലേ? ഇല്ലേ? തളങ്കരയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ? ഉണ്ട്. തളങ്കരന്റെ പ്രത്യേകത എന്തായിരുന്നു? മാലിക് ദിനാർ വന്നത് എന്നല്ലാതെ, മാലിക് ദിനാറിന്റെ വരവ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഇസ്ലാമിക കടന്നു വരവിന്റെ ഭാഗമായിട്ടുള്ളതാണ് മാലിക് ദിനാർ. അല്ലാത്തൊരു അത് വേണ്ടെന്നല്ല പറഞ്ഞത്, അത് ചരിത്രം കേട്ടത്. ഇപ്പം മാലിക് ദിനാർ പള്ളിയോട് നമുക്ക് എല്ലാവർക്കും അറിയാം. തളങ്കര തൊപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? തളങ്കര തൊപ്പി യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ഉമ്മമാറും പിന്നെ ഇച്ചമാരെല്ലാം കൂടിയിട്ട് തുന്നിയിട്ടുണ്ടാക്കുന്ന ഒരു തൊപ്പി ഉണ്ടായിരുന്നു, തളങ്കര തൊപ്പി. നമ്മൾ ഇന്ന് ഒമാൻ തൊപ്പി എന്നൊക്കെ പറയുന്ന രീതിയിലൊരു പഴയ മോഡലുള്ള നല്ല ചിത്രപ്പണികളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു തളങ്കര തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പി ഈ പറയപ്പെടുന്ന യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഇന്തോനേഷ്യക്കും മലേഷ്യക്കും കയറ്റുമതി ചെയ്യും. അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എങ്ങനെ? ഉരുവിൽ കയറ്റി കൊണ്ടുപോകും. അങ്ങനെ ഉരുവിയുടെ വ്യവസായ കേന്ദ്രവും അതേപോലെ തന്നെ തളങ്കര തൊപ്പി എന്നുള്ള ലോകത്ത് പ്രസിദ്ധമായിട്ടുള്ള തളങ്കര തൊപ്പി. ഇന്ന് ആകെ ഒരു കുടുംബം മാത്രമേ ആ തൊപ്പി ഉണ്ടാക്കുന്നുള്ളൂ. അറിവിൽ ഒരു കുടുംബം ഉണ്ടാക്കുന്നുള്ളൂ. അത് ശ്വസിച്ച് പോയി. പക്ഷെ പിന്നെ അതിൻ്റെ ടെക്നോളജി വികസിപ്പിക്കാത്തതും അതിൻ്റെ വ്യവസായം വികസിപ്പിക്കാത്തതും അതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. എന്നാലും അങ്ങനെ ഒരു ചരിത്രം തളങ്കരയ്ക്ക് ഉണ്ടായിരുന്നു. അജാനൂർ ഭാഗത്തു നിന്ന് വരുന്നവരുണ്ടാവും. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് അജാനൂറിന്റെ പ്രത്യേകത എന്താ അറിയാം? ആനന്ദ തീർത്ഥസ്വാമി എന്നുള്ളൊരു സ്വാമി അവിടെ ഉണ്ടായിരുന്നു. ആ സ്വാമി എന്തുകൊണ്ട് പ്രസിദ്ധമാവുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഈ പറയപ്പെടുന്ന താഴ്ന്ന ജനവിഭാഗത്തിന്, കുറക വിഭാഗത്തിന്, ആദിവാസി വിഭാഗത്തിന്, താഴ്ന്ന പുലയ വിഭാഗത്തിനൊന്നും സ്കൂളിൽ പോകാൻ പറ്റൂലല്ലോ. ആ വിഭാഗത്തിന് ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പകരം എന്താ കൊടുക്കണം? ചർട്ടയിൽ ചായ വെച്ച് കൊടുക്കും. ആ നാട്ടിൽ ആനന്ദ തീർത്ഥസ്വാമി എന്നുള്ള സ്വാമി പരിഷ്കാരങ്ങളിൽ നവോത്ഥാന മുന്നേറ്റവുമായി വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ കൊടുത്തവനെ കേസിൽ കൊണ്ടുപോയി കുടിക്കും. മാത്രമല്ല അവിടെയുള്ള കുട്ടികളെ മുടിയെടുപ്പിച്ച്, ഈ പറയപ്പെടുന്ന താഴ്ന്ന ജാതി ഹരിജൻ കുട്ടികളെ മുടിയെടുപ്പിച്ച് കുളിപ്പിച്ച് നല്ല ഡ്രസ്സ് ഇടിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അതൊരു സ്കൂളിൽ കയറ്റല. താഴ്ന്ന ജന വിഭാഗത്തിന് സ്കൂളിലേക്ക് പോകാനും പഠിക്കാനുള്ള അവകാശം നമ്മൾ നാട്ടിലുണ്ടായിച്ചാ. അത് വരുത്തിച്ച വലിയൊരു പാരമ്പര്യവും അതിങ്ങനെ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റം നടത്തിയിട്ടുള്ള അജാനൂറിന്റെ ചരിത്രം ആ നാട്ടുകാർക്ക് അറിയാം. ഇങ്ങനെ ഓരോ നാടും നിങ്ങൾ ഏതൊക്കെ നാടിന്ന് വരുന്ന ആ നാട്ടിലൊക്കെ നമുക്കൊരു ചരിത്രം ഉണ്ടാവും. ആ ചരിത്രം ഇത് എവിടുന്ന് കിട്ടും? പൊരേന്ന് കിട്ടും. പൊരേന്ന് എങ്ങനെ കിട്ടും? മാമാവ് ഉപ്പപ്പാവലുണ്ടാവില്ലേ? അപ്പുറത്തോരയിൽ ഇപ്പുറത്തോരയിലുണ്ടാവും. ബേസായ ആൾക്കാരെല്ലാം ഉണ്ടാവും. ഓരോട് നമ്മൾ എന്തെങ്കിലും മുണ്ടലുണ്ടാകും. കഞ്ഞുടിച്ചാൽ ചോറുടിച്ചാൽ ചോറിച്ചാൽ മാത്രം ചായ കുടിച്ചാൽ മാത്രമല്ല നമ്മൾ ചോദിക്കല്. അതന്നെ ചോദിച്ചെങ്കായി. അല്ല, അതിൻ്റെ അപ്പുറത്ത് മുണ്ടലും കൂടി ഉണ്ടായില്ല. ഓരോടെല്ലാം മുണ്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത്? കവിതയ്ക്കുള്ള ഭാഷ കിട്ടല്. നമ്മൾ കവിത എഴുതുമ്പോൾ കവിതയിലേക്കുള്ള ഭാഷ എവിടുന്ന്? അത് ഈ പറയപ്പെടുന്ന പുരത്തെ ആൾക്കാർ സംസാരിക്കുന്ന വിഷയം പറയുന്ന ഭാഷയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത്? കവിതയിലേക്കുള്ള, കഥയിലേക്കുള്ള, നോവലിലേക്കുള്ള എല്ലാ ഭാഷകളും അവിടുന്ന് കിട്ടല്. അതേപോലെ തന്നെ നമ്മുടെ പുരയിൽ ചെറിയ മക്കളുണ്ടാവും, പിള്ളേരുണ്ടാവും ഇല്ലേ? പിള്ളേരില്ലേ? പിള്ളേർ വിഷയം പറയുന്നത് ശ്രദ്ധിച്ചിട്ട് കേൾക്കലുണ്ടാ? പിള്ളേർ ഒരു കാര്യത്തിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാ? നല്ല രസമായിട്ട് അത് പറയില്ലേ? നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യം ആ പിള്ള പറയുന്ന രീതിയിൽ കേട്ടോക്കിയാൽ ശരിക്കും അത് കേട്ടാൻ കഴിയും. ഒരു കവിത ഉണ്ടാവും. ഓരോ വണ്ടി പൊളിഞ്ഞെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളോട് പറയും, വണ്ടി പൊളിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മൾ പഴയ വണ്ടിയുള്ള ആൾക്കറിയും. നമ്മൾ ബൈക്കിലോ കാറിലോ എന്തെങ്കിലും വരുന്ന കേട്ട് ടയർ പഞ്ചറായെങ്കിൽ എന്തായിരിക്കും നമ്മളവസ്ഥ? കാല് പൊളിഞ്ഞ പോലെ. വണ്ടി എന്തെങ്കിലും പണി മുടക്കിയെങ്കിൽ കാല് പൊളിഞ്ഞ പോലെ അവിടെ നിന്നിടത്തേക്ക് നിന്ന് ബാക്കി ഉണ്ടാവും. വണ്ടിയിൽ വരുന്ന ആൾക്കാരുണ്ടാ? വണ്ടിയിൽ പോകുന്ന ആൾക്കാരല്ലേ? ബസ്സിൽ വരുന്ന ആൾക്കാരല്ലേ? ബസ് കിടന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കട നിൽക്കല്ലേ? പിന്നെ നമ്മൾ അന്തം കൊണ്ട് നിൽക്കല്ലേ? അതേ വികാരമാണ് ആർക്കുള്ളത്? ഈ പിള്ളേർക്കുള്ളത്. പിള്ള എപ്പം മുണ്ടാണ്ടിക്കല്ലേ? എപ്പോ ഉള്ളോ? എപ്പോ? എങ്ങനെ പിള്ളപ്പം മുണ്ടാണ്ടിക്കല്?
ഉറങ്ങുമ്പോ അതിന് പറഞ്ഞത് ഉറങ്ങുമ്പോ ഉണ്ടാണ്ടിക്കല, അല്ലാതെ നമ്മൾ പുള്ള ഉണ്ടാകില്ല, ഫുൾ ടൈം ഓൺ. ആ പുള്ളക്ക് ഓരോ വണ്ടിന്റെ കാല് വഴിയുമ്പോ ഓരോ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെടുന്നത്. അതിനോടെങ്ങനെ അവതരിപ്പിക്കുന്നത്? ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ദിവസം നടക്കുന്ന കാര്യങ്ങളിൽ സൂക്ഷ്മമായി ഒന്ന് നോക്കിയാൽ കിട്ടുന്നതാണ് കവിത. അല്ലാതെ മാനത്ത് നോക്കി, ചന്ദ്രനെ നോക്കി, പൂവിനെ നോക്കി അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് പൊട്ടി വീഴുന്ന സംഗതിയല്ല കവിത. കഥ, നോവൽ, എന്തും നമ്മൾ എവിടെ നോക്കണം? ഒന്ന് ചുറ്റും നോക്കണം. ദിവസം നടന്നു വരുന്ന വഴികളിലേക്ക് വെറുതെ നോക്ക്. അപ്പൊ പ്രധാനമായിട്ടും എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന നിലയിൽ ഒരാൾക്ക് ഉണ്ടാവേണ്ടത് ഒബ്സർവേഷനാണ്, പരിസര നിരീക്ഷണമാണ്. അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. ഇനി നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരല്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കലുണ്ടോ? ഹോസ്പിറ്റലിലെ പ്രത്യേകത എന്താ? ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പിന്നെ ആംബുലൻസ് ഉണ്ട്, കുറെ ആൾക്കാർ വരുന്നു പോകുന്നു. അത് നമുക്ക് എല്ലാവർക്കും കാണുന്ന സംഗതിയാണ്. നമ്മളെ പ്രത്യേകത എന്താണ്? കവിതയും കഥയും എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പറയുന്നത്. എല്ലാത്തിലേക്കും പറയാം, അവസാന സമയത്ത് നമുക്ക് പറയാം. ഇപ്പൊ പറയാം, നമ്മൾ ഒബ്സർവ് ഈ പറയപ്പെടുന്ന രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാവരും കാണുന്ന കാഴ്ച കാണുന്നത് നമ്മൾ പിന്നെ കവിത എഴുതി പത്രവാർത്ത നോക്കിയാൽ വരെ സംഗതിയാണെന്ന് പ്രധാനപ്പെട്ട വിഷയം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുമല്ലോ. പേപ്പർ വായിക്കലില്ല ഇല്ലേ? ഇൻസ്റ്റഗ്രാം തുറക്കലുണ്ടാ? അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ത്? നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ തന്നെയാ പറയല് എല്ലാവരും. ആസ്ത്രി എന്നറിയില്ലേ? ആസ്ത്രി അറിയില്ലേ? കവിതക്ക് വേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നല്ല കേട്ടോ, ആസ്ത്രി. ആശുപത്രിയിലാണ് ആസ്ത്രി, പിന്നെ ആസ്പത്രി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളാണ് നിങ്ങൾ എന്താ പറയുന്നത്? അതാണ് കവിതയുടെ ഭാഷ. അല്ലാതെ ശബ്ദധാരാവലിയിൽ ഘടാഘടിയന്മാർ എഴുതുന്ന ഭാഷയല്ല കവിതയുടെ ഭാഷ, കഥയുടെ ഭാഷ. നമ്മുടെ നാട്ടിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന, കുട്ടികൾ സംസാരിക്കുന്ന, ഉപഭവനം സംസാരിക്കുന്ന, നമ്മൾ പിള്ളേർ സംസാരിക്കുന്ന ഭാഷയാണ് കവിതയുടെ ഭാഷ. അത് വെച്ചിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ആസ്ത്രിയിൽ പോയെങ്കിൽ 2 ടൈപ്പുള്ള പൂക്കളാണ് നമ്മൾ കേൾക്കല്. ശ്രദ്ധിച്ചാ? റൂം നമ്പർ 702 സന്തോഷത്തിന്റെ ലഡു വിതരണം. ലഡുവെല്ലാം മാറി, പണ്ടത്തെ ലഡു ഇപ്പം എന്തെല്ലാം ആയില്ലേ, കേക്കെല്ലാം ആയില്ലേ? എന്തിപ്പോ പ്രധാനമായിട്ട് കൊടുക്കല് 2 തരത്തിലുള്ള പൂക്കളാണ് ഉണ്ടായാല്. ഒന്ന്, ഒരാൾ ഒരു ജനിച്ചു വീണ ഒരാൾ പൂക്കുന്നു, അപ്പോ അപ്പുറത്തുള്ള ആൾക്കാരെല്ലാം ചിരിക്കുന്നു, വീഡിയോ കോളാകുന്നു, അപ്പുറത്ത് വിളിക്കുന്നു, ഇപ്പുറത്ത് ഓള് പറ്റി, കുഞ്ഞാണ്, കുഞ്ഞു പെണ്ണ്, വളരെ സന്തോഷം. 203 നമ്പറിൽ അങ്ങനെ ആയിരിക്കില്ല. ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്പന്ദനവും ബാക്കി വെച്ച് അവസാന ശ്വാസവും വലിച്ച് മൗനമായി വേദനകൾ ലോകത്തുനിന്ന് മറഞ്ഞു പോകുന്ന, കിടന്ന കിടപ്പിൽ തന്നെ മറഞ്ഞു പോകുന്ന ഒരന്തരീക്ഷത്തിനുള്ളിൽ, മുഖമായ അന്തരീക്ഷത്തിനുള്ളിൽ ദിക്റുകളുടെയും ഓത്തുകളുടെയും ഒരു പ്രത്യേക മണം അതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അയാളുടെ റൂഹ് മെല്ലെ 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 മുകളിലേക്ക് പോകുമ്പോൾ ചുറ്റുള്ളവരൊക്കെ കരയുന്നു. അയാൾ ശാന്തനായി നെടുനീർന്ന് കിടക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ കരയുന്നു. ആ കരച്ചിലും തൊട്ടിപ്പുറത്തെ കരച്ചിലും. ഇതെവിടെ കിട്ടും? എവിടെ കിട്ടോ? ആ സ്ത്രീയിൽ കിട്ടും. അപ്പൊ ഈ ആ സ്ത്രീയിൽ പോയെങ്കിൽ ആരെയൊക്കെ കയ്യാത്താളെ പോയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത്, ആടെ പോയിട്ട് വെറുതെ ബടായിട്ടിട്ട് വരില്ലല്ല പണി. ആടെ എന്താ നടക്കുന്നൊക്കെ നോക്കണം. അവിടെ കുറെ കഥകൾ നടക്കുന്നു. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ചുറ്റിക്കൊണ്ടിരിക്കുന്ന വലയമാണ് കഥാ കവിത എന്നുള്ള ലോകം. ഇതിനെ എങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പിടിക്കുന്നതെന്നുള്ളത് സാധാരണ നടക്കുന്ന സംഗതികൾ തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ അസാധാരണത്വം കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമാണ് രചന സംഭവിക്കുക. അങ്ങനെ എഴുതുമ്പോൾ മാത്രമാണ്
ഒരു കവി ജനിക്കുന്നുള്ളൂ, കഥയും ജനിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു പണിയില്ല, അതിനെ വീക്ഷിക്കുക എന്നാണ്. നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, സസൂക്ഷ്മം നോക്കുക. എന്താണ് പിന്നെ ഈ എഴുത്തെന്നൊക്കെ പറഞ്ഞാല്? എഴുത്തെന്ന് പറഞ്ഞാൽ തൂയില്ലേ, നമ്മളെ നാട്ടില് സൂചിനെ പറയും തൂയിന്ന് അറിയാലേ? തൂയി കൊണ്ട് കിണറൊഴിക്കുന്ന പോലെ, സൂചി കൊണ്ട് കിണർ വെട്ടുന്ന പോലെയാണ് എഴുത്തുണ്ടാവുക. അതിന് എത്രത്തോളം പണിയുണ്ട്? അങ്ങനെയാണ് എഴുത്ത് സംഭവിക്കുക. ഇതിനൊരു എക്സസൈസ് ആവശ്യമാണ്. എന്താണ് ആ എക്സസൈസ്? അത് നിരന്തരമായിട്ടുള്ള പരിസര നിരീക്ഷണം, പരിസര ബോധവുമാണ്. ഇതുണ്ടാകുമ്പോഴാണ് നമുക്ക് തീമുകൾ കിട്ടുക. ഈ തീമുകൾ നമ്മളൊരു കോലത്തിലാക്കുന്നു. ആ കോലത്തിലും ആക്കുമ്പോൾ നമ്മുടെ അബോധതലത്തിൽ, ഈ മണ്ടയിൽ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളറിയാതെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ നാടിനെ കുറിച്ചുള്ള അറിവുകൾ അതിൽ വരും. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ധാരണ അതിൽ വരും. ഇങ്ങനെയൊക്കെ ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ നാട്ടിലെ വലിയൊരു ആളുണ്ടായിരുന്നു, അയാളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾ ചെയ്യുന്നൊരു രീതി ഉണ്ടാവും, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ആ സംഭവത്തെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കവിതക്കകത്തേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു വെച്ചാൽ ഈ ബോധങ്ങളിലൂടെയാണ് ഇത് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫെസ്റ്റിലേക്ക് ഒരു കവിത എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫെസ്റ്റിലേക്ക് ഒരു കവിത എഴുതണമെങ്കിലും കഥ എഴുതണമെങ്കിലും നമ്മളെ തലമണ്ടയിൽ, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും തലമണ്ടയിൽ ഉള്ള സംഗതി തന്നെയല്ലേ, ഇല്ലാത്തൊന്നല്ലല്ലോ. പക്ഷെ നമ്മളതെന്ത് ചെയ്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല, ഒന്നും വലിച്ചെടുത്തിട്ടില്ല. നമ്മളെ മെമ്മറിയിലുണ്ട്, അതൊന്നും വലിച്ചെടുത്തിട്ടില്ല, ഒന്ന് ആറ്റിക്കുറുക്കി എടുക്കണം. അതിനുള്ള എക്സസൈസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് കഥയും കവിതയും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമുക്കതിന് നാട്ടിനെ കുറിച്ചുള്ള ജ്ഞാനം, ബോധം ഉണ്ടാവണം, അറിവുണ്ടാവണം. നമ്മുടെ വീടിനെ കുറിച്ച്, വീട്ടുകാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ ജില്ലയെക്കുറിച്ച്, നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ലോകത്തെക്കുറിച്ച് എല്ലാത്തിലും ധാരണയും അറിവും ഉണ്ടാവണം. എന്നാലേ ഒരു കവിക്ക് കവിയാവാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കവി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത മണ്ടനെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലോക സാഹിത്യത്തിലെ എല്ലാം വായിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം തിരിച്ചറിയുന്ന ഒരാളായിരിക്കും ആ കവി. ആ കവിക്ക് ലോക ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും. അപ്പം വായന എന്നുള്ളതിലെ വലിയ ഘടകമാണ്. എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മുടെ വായനയെ അനുബന്ധിച്ചിരിക്കും. മറ്റൊരു കാര്യം, കഥ എഴുതുന്നാൽ കഥയാണ് ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കേണ്ടത്. കവിത എഴുതുന്നാൽ കവിതയാണ് ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കേണ്ടത്. ഇനി കവിത എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളത് കുറച്ച് ഉദാഹരണം വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. എങ്ങനെ കവിത എഴുതാം? നിങ്ങൾക്കൊരു വിഷയം കൊടുക്കാൻ കവിത എഴുതാൻ ഒരു വിഷയം കൊടുക്കും, നിങ്ങൾക്ക് ആ വിഷയം കിട്ടും. ആ വിഷയത്തെ നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന കാര്യത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ സാധാരണമായിട്ടുള്ള ഒരു സംഭവത്തെ അസാധാരണമായ വിധത്തിലാണ് അത് അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ രണ്ട് കണ്ണുകളിൽ കാണുന്ന കാഴ്ചയല്ല, അകക്കണ്ണിലൂടെ കാണുന്ന കാഴ്ചയിലൂടെ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ കവി ജനിക്കുന്നുള്ളൂ. കവി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഋഷിയുള്ള ആളാണ്, ദാർശനികനാണ്. എന്താണ് ഋഷിത്വം? കാലെ കൂട്ടി കാണാനും അതിൻ്റെ ഭവിഷ്യത്തുകളെയും ഒക്കെ തിരിച്ചറിയാൻ പാകത്തിലുള്ള ഒരു ഋഷി തുല്യനായിട്ടുള്ള ആളെയാണ് കവിയായി പരിഗണിക്കുക. അതെങ്ങനെ സംഭവിക്കച്ചോളൂ, ഞാൻ വലിയ ഋഷിയൊന്നുമല്ല, എനിക്കൊന്നും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാകലല്ല വേണ്ടത്. മറിച്ചോ, നമ്മളാ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഒന്ന് കൂട്ടിയാൽ 2 എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുന്ന സമയത്ത് അതിൽ നിന്ന് വ്യതിരക്തമായി പറഞ്ഞ ഒരാളെ ഈ ഭൂമി മലയാളത്തിലുള്ള ആരാണത്? വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്നും കൂട്ടിയാൽ 2 അല്ലാതെ ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാഹിത്യ ഭാവനയിൽ അത് വലിയ ഒന്നാണോ? ഒന്നും കൂട്ടിയാൽ വലിയ ഒന്നല്ല, എങ്ങനെ 2ആവാ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എങ്ങനെ അദ്ദേഹത്തിന് ആ ചോദ്യം വന്നു? അദ്ദേഹം എന്നും കാണുന്നു പുഴകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ 2 പുഴകളുണ്ട്. ആ പുഴകൾ രണ്ടും, ഒരു പുഴ ഇവിടുന്ന് ഒരു പുഴ ഇവിടുന്ന്, ആ 2 പുഴയും വന്ന് ഒരു സ്ഥലത്ത് സംഗമിക്കുന്നു, എന്നിട്ട് ഒന്നായി പോകുന്നു. അപ്പൊ പിന്നെ ഒന്നും സംഗമിച്ചാൽ ഇമ്മണി വലിയ ഒന്നല്ല. ബഷീറിന് തെറ്റുപറ്റിയിട്ടുണ്ടോ? ഇല്ല. കാരണം ബഷീറിന്റെ ചിന്തകൾക്ക് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണെന്ന് പറയുന്നത് പോലെ ബഷീറിന്റെ പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം കാര്യങ്ങളെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടത്. അപ്പോഴാണ് കവിത ജനിക്കുന്നുള്ളൂ. ഇനി നമ്മൾ താമരശ്ശേരി ചുരം കണ്ടിട്ടുണ്ടോ? താമരശ്ശേരി ചുരം
ഇല്ലേ? ഇല്ല. വെറുതെ ഫോട്ടോ കണ്ട് ചിലപ്പോ അറിയായിരിക്കും. ടൂർ പോയി വയനാട് ചുരം കേറിയിട്ടില്ലേ? ഇങ്ങനെ 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 കേറിയിട്ടില്ലേ? അത് കേറുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നി, ഒരു കവി എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നിയ അതിന്റെ രൂപം എങ്ങനെയാണ്? എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ പറയും? പോലെ ഒന്ന് നമ്മൾ മറ്റൊന്നിനോട് ഉപമിക്കുകയാണ്. നമ്മൾ ഏറ്റവും വേഗത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കവി അതാണ് ചെയ്യുന്നത്, ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുകയും അതിനോട് ചേർത്ത് പറയുമ്പോഴാണ് അത് കവിതയായി മാറുക. ഇപ്പൊ താമരശ്ശേരി വയനാട് ചുരം എന്ന് എഴുതിയാൽ എന്തില്ല, അതിൽ അകക്കണ്ണ് വരുന്നില്ല. ആ ഒരു പാമ്പിനെ പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് പറയാം. പക്ഷെ ഒരു കവി നമ്മളോട് പറയുന്നത്, താമരശ്ശേരി ചുരത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഉടുത്തിട്ടും മടുത്തിട്ടും തീരാത്ത സാരി പോലെ താമരശ്ശേരി ചുരം. ഉടുത്തിട്ടും മടുത്തിട്ടും തീരാത്ത സാരി പോലെ, സാരി പോലെ ആ ഒരു കിടപ്പിനെ കണ്ടു പറഞ്ഞതാണ് താമരശ്ശേരി ചുരത്തെ കുറിച്ച്. സാമ്പാർ സാമ്പാർ കൂട്ടല്ലേ? സാമ്പാർ ഉണ്ടാക്കല്ലേ എല്ലാവരുടെ പേരേലും ഇല്ലേ? ഇന്ന് അതിലേക്ക് വരാം. സാമ്പാർ കൊണ്ടുവന്നവരുണ്ടായിരുന്നേ? ഫുഡ് കൊണ്ടല്ലേ? ചിലരോട് ഉണ്ടല്ലേ? സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ട് ആരെങ്കോ? ചോദിക്കൊന്നല്ല, ചോദിച്ചത് കൊണ്ടതിനാണ്. ഇല്ല. സാമ്പാറിന്റെ പ്രത്യേകത എന്താ? വെജിറ്റബിൾ ഉണ്ടാവും, പിന്നെ മിക്സ് ആയിരിക്കും, കുറെ ഉണ്ടാവും. ലോകത്തിലെ എല്ലാ വെജിറ്റബിളും എന്ത് ചെയ്യാം നമുക്ക് സാമ്പാറിലിടാ. അതുകൊണ്ട് സാമ്പാർ ഏറ്റവും വലിയ ജനാധിപത്യവാദിയാന്നാ പറയാം. ഇങ്ങനെയൊക്കെ മുണുങ്ങുന്നില്ലേ? നമ്മളെ മുണുങ്ങല് പറയല്ലേ? തിന്നുന്നില്ലേ? തിന്നുമ്പോ സാമ്പാറൊന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. അതിൽ എത്ര ഉണ്ടാവും? കുറെ കഷ്ണം ഉണ്ടാവും. തക്കാളി ഉണ്ടാവും, ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, ചീര ഉണ്ടാവും, വെണ്ടയ്ക്ക ഉണ്ടാവും. ചീര ഒന്നും ഉണ്ടായില്ലേ? ഇല്ല. മലപ്പുറക്കാർ ചീര എല്ലാം ഇടുന്നുണ്ട്. എല്ലാ വെജിറ്റബിളും കൊണ്ടിടാൻ പറ്റുന്ന ഒരു സാധനമാണ് സാമ്പാർ. അപ്പൊ ജനാധിപത്യവാദി എന്നാണ് സാമ്പാറിനെ പറയുക. കാരണം എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ആർക്ക്? സാമ്പാറിന്. അപ്പൊ നമ്മൾ സാമ്പാർ തിന്നുമ്പോൾ കവിത നോക്കണം. ഇതിൽ കവിത ഉണ്ടാ? എങ്ങനെ നോക്കി നോക്കണം കവിത ഉണ്ടാകും. സാമ്പാറിന്റെ കവിത ഉണ്ട്. സാമ്പാറിന്റെ കവിതയാണ്. സാമ്പാർ ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണ്. ഉപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഉപ്പിനെ പോലെ മാരകമായിട്ടുള്ളൊരു സാധനം നമ്മൾ പരിചയമുണ്ടായില്ല. ശ്രദ്ധിച്ചില്ല? ഉപ്പ് ഉപയോഗിക്കില്ലേ? ഉപ്പിന്റെ പ്രത്യേകത നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. കവി അത് ശ്രദ്ധിക്കണം. ഉപ്പിനെന്താ പ്രത്യേകത? കൂടിയാ പോയില്ലേ? അതുവരെ ഉണ്ടാക്കിയ എല്ലാം വെള്ളത്തിലായി. ആ ഉപ്പാണല്ലോ അടുത്ത രാജാവ്. വെറുതെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്? ഉപ്പിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോ ഗാന്ധിജിയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ചരിത്രബോധം വേണമെന്ന് പറഞ്ഞ കവിക്ക്. ഉപ്പിനെ കുറിച്ച് പറയുമ്പോൾ നേരെ ഗാന്ധിജിയിലേക്ക് പോയി, ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് പോയി, ഉപ്പിന്റെ ചരിത്രത്തെ കുറിച്ച് പോയി. ഉപ്പ് നിസാരമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. അതുപോലും ബ്രിട്ടീഷുകാരൻ തരുന്നില്ല. നികുതി ഇല്ലാതെ ഭാരതീയർക്ക്, ഇന്ത്യക്കാർക്ക് തരുന്നില്ല. ഇന്ത്യക്കാരുണ്ട് കടലിന്റെ മുറ്റത്ത്. ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഉപ്പിന് ബ്രിട്ടീഷുകാർക്ക് പൈസ കൊടുക്കണം. അടുത്ത ഏർപ്പാട് ഗാന്ധിജി തരാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദണ്ഡി യാത്ര നടത്തി 1932 ഗുജറാത്ത് ഉപ്പ് സത്യാഗ്രഹം. അങ്ങനെ ഈ ദണ്ഡി യാത്രകളിലൊക്കെ നടത്തി ഈ സമരമുഖങ്ങളിലൊക്കെ കടന്നു വരുന്നു. ഗാന്ധിജിയുടെ സമരരംഗത്തൊക്കെ കടന്നു വരുമ്പോഴൊക്കെ ഈ ഉപ്പ് അതൊരു വലിയൊരു ഘടകമായി വരുന്നു. നിസാരമായിട്ടുള്ള ഉപ്പിന് പോലും അതിൻ്റെ രാഷ്ട്രീയതയുണ്ട്. അതൊരു അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സാധനമാണ് ഈ ഉപ്പ്. നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരം നമ്മൾ തൊട്ടു നോക്കുന്ന ഉപ്പ്. അപ്പൊ ഈ ഉപ്പ് തൊട്ടുകൂട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? രുചി ഉണ്ടാകുന്നു. കറിയിൽ അല്ലെങ്കിൽ എന്ത് വസ്തുവിലും, എന്ത് ഭക്ഷണ സാധനത്തിലും ഉപ്പിടുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? രുചി ഉണ്ടാകുന്നു. ഈ ലവണത്വം, ലാവണ്യം, അതാണ് നമ്മുടെ കവിതകളിലേക്ക് വേണ്ടത്. എങ്ങനെ?
ഉപ്പിനെ പോലെ തൊട്ടുകൂട്ടിയാൽ മതി നമ്മുടെ ഭാവനകളെ. നമ്മൾ ഈ നിരീക്ഷിച്ച സംഗതികൾ നമ്മൾ ആദ്യം നിരീക്ഷിച്ച്, പരിസരം നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ വായനയിലേക്ക് അതിനെ വരുത്തി, പിന്നെ ഉപ്പിനെ പോലെ നമ്മൾ വേണ്ട രീതിയിൽ എന്തിനെ കൈകാര്യം ചെയ്യാം? ഈ ഉപമകളെ കൈകാര്യം ചെയ്യാം. മനസ്സിലാകുന്ന പറയുന്നത്? അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവതരിപ്പിക്കാൻ പറ്റും. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? അതെന്ത് പഴഞ്ചൊല്ലല്ലേ? അത് നിങ്ങൾ കേട്ടിട്ടേ? അതെന്തിനു പറയല്? എന്തിനു പറയല്? എല്ലോ നമ്മൾ കേട്ട് കൊണ്ടുവന്നിട്ട് കവിത ഇട്ടുവിടാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യം പറയുന്നത്. കാക്ക കുളിച്ചാൽ കൊക്കാകുന്നു. കാക്കൻ്റെ നിറം എന്താ? കൊക്കിൻ്റെ നിറം എന്താ? വെളുപ്പ്. അപ്പൊ ഈ പഴഞ്ചൊല്ലി നമ്മുടെ നാട്ടിലുണ്ടായതിനെ കുറിച്ച് KN കുഞ്ഞഹമ്മദൊക്കെ നന്നായി സംസാരിക്കുന്ന ആളാണ്. ഇതിനെക്കുറിച്ചൊക്കെ അതുണ്ടായത് ഒരു വംശീയ ബോധത്തിൽ നിന്നാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ബോധത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വെളുപ്പിനെന്തോ ഒരു ശുദ്ധത ഉണ്ടായിരുന്നു. അതല്ല യൂറോപ്യന്മാരും പറയുന്നത്, ഒരു വെളുത്തോണ്ട് ഓർക്കെന്തോ കൊമ്പുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ഈ വെളുപ്പിന്റെ വംശീയത പരത്തുന്ന രീതിയിൽ ധാരാളം പഴഞ്ചൊല്ലുകൾ, ഇങ്ങനെ പ്രയോഗങ്ങളൊക്കെ കാണും. നമ്മളെ ചാത്തൻ എന്ന് പറയലുണ്ട്. ചാത്തൻ എന്ന് പറയല്ലേ? എന്തിന്? പൊട്ടായ സാധനത്തിന്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്. എന്തിന് ചാത്തൻ എന്ന് പറയല്? നിങ്ങളെ നാട്ടിൽ ചാത്തൻ എന്ന് പറയല്? ആരെങ്കിലും പേരാണോ? നിങ്ങളെ നാട്ടിൽ ചാത്തൻ എന്ന് പറയലുണ്ടോ? ഇല്ല. ആരുടെ നാട്ടിലും ചാത്തൻ എന്ന് പറയില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ ചാത്തൻ എന്ന് പദം കേൾക്കുന്നത്? അല്ല. നിങ്ങളുടെ നാട്ടിൽ ചാത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടില്ല? ഉറക്കെ പറഞ്ഞോ. കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ എന്ന് പറയാനുണ്ട്. പിന്നെ വേറെ എന്തിനാ പറയല് ചാത്തന്? നമ്മുടെ നാട്ടിൽ വേറെ ചാത്തനൊന്നും പറയില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ പോകുമ്പോ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടും, അതിന് ചാത്തൻ എന്ന് പറയും. ചാത്തൻ എന്ന് ഒന്നും കൊള്ളാത്ത, നമ്മളെ പറ്റിക്കുന്ന ഒരു സാധനം ചാത്തന് ഒരു ചാത്തൻ സാധനം എന്ന് പറയും. പിന്നെ കള്ളുടിയന്മാരുടെ ഇടയിൽ ചാത്തൻ എന്ന് പറയും. എന്തിനറിയോ? വില കുറഞ്ഞ മദ്യത്തിന്, വില കുറഞ്ഞ കള്ളിന് ചാത്തൻ എന്ന് പറയും. പക്ഷേ ഈ ചാത്തൻ എന്നുള്ളത് ഒരു മനുഷ്യന്റെ പേരാണ്. ഒരു മനുഷ്യന്റെ പേര് എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കാരന്റെ പേരാണ്. ആ ജാതിക്കാരന്റെ പേരെടുത്തുകൊണ്ട് ഒരു തെറിവാക്കായി, അപമാനിക്കുന്ന പദമായി നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നു. നമുക്കറിയില്ല, നമ്മളത് കോമഡി ആയിട്ട് പറയുമ്പോൾ, നമ്മൾ ബസ്സിൽ വരുമ്പോൾ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നവന് ചിലപ്പോൾ അച്ഛൻ്റെ പേരായിരിക്കും എന്തുണ്ടാവുക? ചാത്തൻ എന്നുണ്ടാവുക. അല്ലെങ്കിൽ അച്ഛൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ മാമൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ ഓരോ കുടുംബക്കാർ ആരെങ്കിലും പേരായിരിക്കും. നമ്മൾ ചാത്തൻ എന്നുള്ള പേരിൽ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുക. എങ്ങനെ അതുണ്ടായി? അതുണ്ടായത് ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കാനും പിന്നെ അവരെ ഇല്ലാണ്ടാക്കാനും കളിയാക്കാനും ഉപയോഗിച്ച പദമാണ് ചെറ്റ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തെറിക്കുന്നതല്ലേ? നീ പോ ചെറ്റ എന്നെല്ലാം പറയില്ലേ? ഇല്ലേ? ചെറ്റ എന്നുള്ളത് എന്തർത്ഥമാണ്? ചെറ്റയുടെ അർത്ഥം എന്താ? ചെറ്റയുടെ അർത്ഥം എന്താ? പൊരയെന്നാണ്. ചെറ്റ എന്ന് പറഞ്ഞാൽ പൊരയാണ്. നമ്മളെ നാട്ടിൽ പിന്നെ ചെറ്റക്കുടിൽ നിന്ന് കേട്ടിട്ടില്ലേ? കുടിൽ, ചെറ്റ, പൊര, വീട്, ഇല്ലം, ഇങ്ങനെ കുറെ പേരുണ്ട് വീടിന്. നമ്മുടെ നാട്ടിൽ പൊരക്ക്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ കേരളം മൊത്തം പൊരക്ക് 10-20ഓളം പേരുകളുണ്ട്. എങ്ങനെ ഈ 10-20ഓളം പൊരക്ക് ഇങ്ങനെ പേരൊന്നും? ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. ഓരോ നാട് നല്ല ഓരോ ജാതിക്കും. കാരണം വലിയ ജാതിക്കാരൻ്റെ പേരാണ് ഇല്ലം. നമ്പൂതിരി ഇല്ലം കേട്ടിട്ടുണ്ടാ? നമ്പൂതിരി ഇല്ലം. പിന്നെ താഴ്ന്ന ജാതിക്കാരൻ അതിനനുസരിച്ച് ഓരോ പേരായിരിക്കും ഈ പരക്ക് പേര് വരാൻ. അവന് ഓരോ വാക്കിനും അതിൻ്റെ ചരിത്രമുണ്ട്, ഓരോ വാക്കിനും അതിൻ്റെ സംസ്കാരമുണ്ട്, അതിൻ്റെ അതിൻ്റെ ജാതീയത അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ വാക്കുകളിലുണ്ട്. ഇപ്പൊ ചാത്തനിൽ പറഞ്ഞ പോലെ ഈ ചെറ്റ എന്നുള്ള നമ്മൾ ത്വരിപ്പദമായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? നീ പോടാ ഇല്ലം എന്ന് പറയാത്തത്? നീ പോടാ പൊരെ എന്നെന്താ പറയാത്തത്?
നീ പൊച്ചറ്റെ എന്ന് പറയുമ്പോൾ മാത്രം എന്താണ് ഒരു തെറിപ്പദം മറ്റുള്ളവരെ അവഹേളിക്കാനും അവന്റെ മസ്തിഷ്കത്തിലേക്ക് അമ്പ് പോലെ തറക്കുന്നത് എന്തുകൊണ്ടാണ്? ചെറ്റ എന്നുള്ളത് ഇവിടെ തെറിപ്പദമായി ഉപയോഗിച്ചു വന്ന ഒരു പദമാണ്. എങ്ങനെ ആ പദം ഉണ്ടായി? അത് ഈ താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള കുടിയാന്മാർ, ജന്മിക്ക് കീഴിൽ പണിയെടുക്കുന്ന കുടിയാന്മാരിൽ താമസിക്കുന്ന വീടിന്റെ പേരാണ് ചെറ്റ. ആ വീട്ടിൽ താമസിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ചെറ്റ. അതൊരു തെറിപ്പദമായിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വികസിച്ചത്? അവിടെ കൃത്യമായിട്ടുള്ളൊരു ജാതീയ വിവേചനമുണ്ട്. അപ്പൊ ചെറ്റ എന്നുള്ളത് പ്രയോഗം പിന്നെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ, വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയും കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു ചരിത്രവും സംസ്കാരവും നമ്മൾ സമൂഹത്തിൽ എന്താ പറയാ കലർന്നു കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടുമാണ് നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ. ഇപ്പൊ നാറി എന്ന് വിളിക്കലുണ്ട്. നാറി എന്ന് വിളിച്ചിരുന്നത് അധ്വാനിക്കുന്നവനെ ജന്മി വിഭാഗം, ഉയർന്ന ജാതി വിഭാഗം വിളിച്ച പേരാണ്. ഇവർ മണ്ണിൽ പണിയെടുത്ത് നാറിക്കൊണ്ടാണ് വരും. എന്നാലും മണ്ണിൽ പണിയെടുത്താലും ഉയർത്താലൊരു മണം ഉണ്ടാവുമല്ലോ, അധ്വാനത്തിന്റെ മണം. ആ മണം കൊണ്ടുവരുന്ന ആളെ വിളിക്കുന്ന പേരാണ് നാറി. അത് നമ്മുടെ നാട്ടിൽ തെറിപ്പദമാണ്. പരനാറി ഒന്നും കൂടി പറഞ്ഞാൽ, നാറിയെ നമ്മൾ സ്ക്വയർ ഇട്ട് വിളിക്കുന്ന പോലെ പരനാറി. അപ്പൊ പരനാറിക്കൊരു ചരിത്രമുണ്ട്. എന്താ പരനാറിയുടെ ചരിത്രം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മനുഷ്യ വിസർജനം കോരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, തോട്ടിപ്പണിക്കാർ. നമ്മുടെ നാട്ടിലുള്ള കക്കൂസ് കുഴികളും അതേപോലെ ഓവുചാലുകളൊക്കെ ക്ലീൻ ആക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഒരു ജാതി തൊഴിലാണ് തോട്ടിപ്പണി എന്നുള്ളത്. ആ തോട്ടിപ്പണി എടുക്കുന്നവരെ സ്വാഭാവികമായിട്ടും വിസർജ്യം, മാലിന്യം അത് ചുമക്കുന്നവരെ നാറും നല്ല പരനാറ്റം ഉണ്ടാവും. അതിനെ അവരെ വിളിക്കുന്ന പേരാണ് ഈ പരനാറി എന്നുള്ളത്. അതവരുടെ ജാതിപരമായിട്ട് അവർക്ക് കിട്ടിയ അതെടുക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഒരു സമൂഹം മനസ്സുണ്ടായിരുന്നു, ജാതീയ മനസ്സുണ്ടായിരുന്നു. ഈ മനസ്സിൽ നിന്നാണ് ഈ പരനാറി എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടുത്തെ തോട്ടിപ്പണി, അത് താഴ്ന്ന ജാതി വിഭാഗം എടുക്കേണ്ട ജോലിയാണ് തോട്ടിപ്പണി എന്ന് പറയുന്നത്. ഈ തോട്ടിയുടെ മകൻ എന്ന പേരിൽ തകഴി എഴുതിയിട്ടുണ്ട്. എന്താണ് തോട്ടിയുടെ മകൻ എന്ന പേരിൽ ഒരു നോവൽ, കഥ പറയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ള കേട്ടിട്ടുണ്ടോ? തകഴിയുടെ ഏതെങ്കിലും കൃതി വായിച്ചിട്ടുണ്ടോ? ചെമ്മീൻ വായിച്ചവരുണ്ടോ? കയർ വായിച്ചവരുണ്ടോ? ഓടയിൽ നിന്ന് വായിച്ചവരുണ്ടോ? ഇങ്ങനെ തകഴിയുടെ കൃതികൾ പരിശോധിച്ചാൽ ഇതിൽ പിന്നെ തോട്ടിയുടെ മകൻ എന്ന പേരിൽ ഒരു നോവൽ വന്നു. ഈ മനുഷ്യന്മാരുടെ ജീവിതാവിഷ്കാരങ്ങളൊന്നും വേണ്ടേ? നമ്മുടെ നാട്ടിൽ സാഹിത്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഉയർന്ന ജാതിക്കാരൻ്റെയും നല്ല ജീവിതം നയിക്കുന്നവർ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ സമൂഹത്തിന്റെ ചരിത്രവും സംസ്കാരവും ആവിഷ്കാരവും മാത്രം കാണുന്നതായിരുന്നു നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ നോവലുകളിൽ. ആ നോവലുകളിലേക്കാണ് ഈ പറയപ്പെടുന്ന തോട്ടിപ്പണിയെടുക്കുന്നവർക്കും ജീവിതമുണ്ടെന്നും അവർക്കും വേദനകളുണ്ടെന്നും അവരുടെ സന്തോഷവും ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളാണെന്നും തിരിച്ചറിയുകയും അവരുടെ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് നോവലിലേക്ക് എഴുതുന്നതും ചെയ്ത ആളാണ് തകഴി. ആ കാലഘട്ടത്തിൽ തന്നെ, ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് മലയാള സാഹിത്യത്തിലെ നവോത്ഥാന കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറയപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് അദൃശ്യവൽക്കരിക്കപ്പെട്ട, ആരാലും കാണാത്ത, ചരിത്രത്തിലും എവിടെയും ഇല്ലാത്ത, സാഹിത്യത്തിൽ എവിടെയും കൊണ്ടുവരാത്ത, പാട്ടുകളിലും ഇശലുകളിലും എവിടെയും കാണാത്ത ഈ പറയപ്പെടുന്ന വലിയൊരു ജനവിഭാഗം, അവർ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ചരിത്രങ്ങളിലൊക്കെ അദൃശ്യവൽക്കരിക്കപ്പെട്ടു. അവരെ കാണൂല. കുറെ കാലം ഈ പറയപ്പെടുന്ന നമ്മുടെ സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും ഈ പറയപ്പെടുന്ന സാഹിത്യത്തിലൊന്നും കാണില്ലായിരുന്നു. ബഷീർ അതിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ, നമ്മളെല്ലാവരും കേട്ട ആൾക്കാരായിരുന്നില്ലേ? ബഷീറിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന സമുദായത്തിന്റെ ജീവിതാവിഷ്കാരങ്ങളെ കഥയിലേക്കും പിന്നെ നോവലുകളിലേക്കും കൊണ്ടുവന്ന ആളാണ്. ബഷീറിന് എവിടുന്നെങ്കിലും കഥ കിട്ടിയതാണോ? ബഷീറിന് എവിടെയെങ്കിലും നോവൽ പൊട്ടി മുളച്ചതാണോ? അല്ല. പാക്കമ്മയുടെ ആട്, പെങ്ങളാട്, പൊരേലത്തെ ആടിന കഥ. നമ്മളെ പറയുന്നുണ്ട് കുറെ കോയും ആടും പയ്യും പൂച്ചയും പട്ടിയും എല്ലാം ഉണ്ട്. അതിന് ശ്രദ്ധിക്കലുണ്ടാ? പൂച്ചുള്ള വരെയില്ലേ? എല്ലാവരും പറയും പൂച്ച ഉണ്ടായില്ലേ? ചിലർ ഉള്ളിൽ കയറ്റും, ചിലർ ഉള്ളിൽ കയറ്റല്ല. ചിലർ പൈസ കൊടുത്തിട്ട് പേർഷ്യൻ പൂച്ചിനെ പിന്നെ പോറ്റും. നല്ല ജാതി പൂച്ചയാണ്. ഈ പൂച്ചകളുടെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിലെ ജീവികളുടെ
അവരെങ്ങനെയാണ് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരെന്താണ് കഴിക്കുന്നത്, അവരെങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ പരിസരം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ പക്ഷികളിലേക്കും മറ്റും ഒക്കെ ശ്രദ്ധിക്കണം, മൃഗങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് ഈ കണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടന്റാണ് എല്ലായിടത്തും കിട്ടേണ്ടത്. കണ്ടന്റ് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും വ്ളോഗ് കാണുന്ന ആൾക്കാരല്ലേ, കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം കളി കളിക്കുന്നത് അറിയില്ലേ? അതേപോലെ തന്നെ കണ്ടന്റാണ് ഇതിൽ പ്രധാനം. ഈ കണ്ടന്റ് കിട്ടുന്നത് നമ്മൾ പറയുന്നത് തന്നെ. അപ്പൊ ഈ ജീവിതാവിഷ്കാരം നടത്തിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാണ്ടെങ്കിൽ കുറെ പറയാനുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ രണ്ടുപേരെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ രണ്ടുപേര് നമ്മുടെ നാടുകളിൽ അദൃശ്യവൽക്കരിക്കപ്പെട്ട കാണാതെ പോയുള്ള ആൾക്കാർ എന്തെങ്കിലാണ് ഈ പറയപ്പെടുന്ന നോവലുകളും സാഹിത്യത്തിലൊക്കെ വന്നിട്ട ആൾക്കാരാണ്. ഇവർ ചെയ്ത പണി എന്താ? എഴുതാന്ന് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. എന്തെഴുതി? കൺമുന്നിലുള്ളത് എഴുതി. എങ്ങനെ എഴുതി? കണ്ട പോലെ എഴുതിയില്ല, അകക്കണ്ണിലൂടെ നോക്കി എഴുതി. ആ എഴുത്താണ് സാഹിത്യമായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പൊ എല്ലാവരും നാളെ പോയി കവിത എഴുതണം, കഥ എഴുതണം എന്ന് പറയുന്ന ആളല്ലട്ടോ ഞാൻ. താല്പര്യമുള്ള ആൾക്കാർ മാത്രം എഴുതിയാൽ മതി. ഈ സർഗാത്മകത എന്ന് പറഞ്ഞാൽ അത് എഴുത്തിലും അതേപോലെ തന്നെ പ്രസംഗത്തിലും ഒക്കെ ഉള്ള കാര്യം എന്നല്ല. അത് എഴുതുന്നവർക്കുണ്ടാവും, പ്രസംഗിക്കുന്നവരുണ്ടാകും, നന്നായി ഭക്ഷണം പാകം ചെയ്യുന്നവർക്കുണ്ടാവും, നന്നായിട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ക്രിയേറ്റിവിറ്റി. പക്ഷെ വിവിധ ഏരിയകളിൽ മാത്രമാണ് ഉണ്ടാവുക. ഇപ്പോൾ സാനിയ മിർസയുടെ ക്രിയേറ്റിവിറ്റി എവിടെയാണ്? ടെന്നീസിലാണ്. അമിതാഭ് ബച്ചന്റെ ക്രിയേറ്റിവിറ്റി എവിടെയാണ്? ഭീമാകാരമായ പൗരുഷ ശബ്ദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനയങ്ങളിലാണ്. അമിതാഭ് ബച്ചന്റെ അച്ഛന് പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു. സ്വാഭാവികമായിട്ടും അച്ഛൻ കവിയാകുമ്പോൾ മകനും കവിത കുറച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കൂലേ? പക്ഷേ മകന്റെ ക്രിയേറ്റിവിറ്റി എവിടെയായിരുന്നു? കവിതയിലായിരുന്നില്ല, സിനിമയിലായിരുന്നു, അഭിനയത്തിലായിരുന്നു, ആ ശബ്ദത്തിലായിരുന്നു. ഇനി സച്ചിനെ എടുക്കുകയാണെങ്കിൽ, സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ് സച്ചിന്റെ പേര്. രമേശ് ടെണ്ടുൽക്കർ സച്ചിന്റെ അച്ഛനായിരുന്നു. അച്ഛൻ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു തൻ്റെ മകൻ സംഗീതത്തിൽ വലിയൊരാളാവണം എന്ന് പറഞ്ഞത്. കേട്ടോ, 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല ആര്? സച്ചിൻ. പിന്നെ ലോകം അറിയപ്പെടുന്ന ലെജൻഡ് ഓഫ് ക്രിക്കറ്റിന്റെ ഇതിഹാസ താരമായിട്ട് സച്ചിൻ മാറി. അപ്പൊ സച്ചിന്റെ ക്രിയേറ്റിവിറ്റി എവിടെയാണ്? കളിക്കളത്തിൽ, ബാറ്റിങ്ങിലാണ്. അപ്പൊ നമ്മളെല്ലാവർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് എഴുത്തിൽ മാത്രമല്ല ഉള്ളത്, ജീവിതത്തിൽ ഉടനീളമുണ്ട്. എവറസ്റ്റ് കയറാൻ പോയ ആൾക്കാരുണ്ട്. എഡ്മണ്ട് ഹിലാരിയൻ സംഘടന ആദ്യം എവറസ്റ്റ് കീഴടക്കിയത്. ആദ്യം കീഴടക്കാതെ നമുക്കറിയുള്ളൂ. പക്ഷെ ആദ്യം കീഴടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കറിയില്ല. മലേറിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 27 തവണയാണ് എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചത്. 27 തവണ. എന്നിട്ട് അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്ന് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഇല്ലാത്തൊരു കാലത്ത്. എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹത്തിന് ഒരു ദിവസം കാണാതായി. പിന്നീട് ഏതോ ഒരു സംഘം പോകുന്നതിനിടയിൽ എവറസ്റ്റിൻ്റെ അദ്ദേഹത്തിന്റെ ശവശരീരമാണ് കിട്ടിയത്. അദ്ദേഹം കയറി തിരിച്ചു വരുന്ന സമയത്താണോ മരണപ്പെട്ടത്, പോകുന്ന സമയത്താണോ മരണപ്പെട്ടത് എന്ന് അറിയാത്തത് കൊണ്ട് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ആൾ അദ്ദേഹമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിരന്തരം അവിടെ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന കാരണം, അവിടെ എവറസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വന്നു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എവറസ്റ്റ് ഉണ്ട്, ബിക്കോസ് ദർ ഈസ് എന്ന് പറഞ്ഞുള്ളൂ. ബിക്കോസ് ദർ ഈസ്. അവിടെ ആ സാധനം ഉണ്ട്. അത് മനുഷ്യന്റെ ചോദനയിൽ പെട്ടതാണ്, മനുഷ്യന്റെ എല്ലാ കാര്യത്തിലും പെട്ടതാണ് ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ളത്, കീഴടക്കാനുള്ള ക്രിയേറ്റിവിറ്റി. അതിനുവേണ്ടി ശ്രമിച്ച ആളാണ് മലേറിയ എന്നാണ് പേര്. ജസ്റ്റ് ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഓരോരോ ആൾക്കും ഓരോ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ചില ചന്ദ്രനിൽ പോയി. നീൽ ആംസ്ട്രോങ് സംഘം എവിടെ പോയി? ചന്ദ്രനിൽ പോയി. അത് മനുഷ്യരാശിയുടെ ക്രിയേറ്റിവിറ്റിയുടെ മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പൊ സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്നു, അറിയോ? 8 ദിവസത്തേക്കാണ് പോയത്, തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇനിയും 6 മാസം പിടിക്കുന്ന പറഞ്ഞത്, ഫെബ്രുവരി ആവും. അപ്പോൾ സുനിത വില്യംസ് അതിനുള്ള സാങ്കേതികത തടസ്സങ്ങളാണ് ഉള്ളത്, അത് നീക്കം ചെയ്യും, ശരിയാക്കുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിച്ച് നോക്ക്, സുനിത വില്യംസ് ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര ദിവസം ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്നു. അത് നമ്മളാണെങ്കിലോ എന്തായിരിക്കും? ഒരു കഥ ഇതാണ് സ്കോപ്പിലെ. ആദ്യമായി ചന്ദ്രനിൽ കാലുവെച്ചാൽ നമ്മളാണെങ്കിലോ എന്തായിരിക്കും?
കഥയും കവിത എഴുതുമ്പോൾ ഭാവന പ്രധാനമാണ്. അത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ പറയേണ്ട സംഗതിയാണ്. ഒബ്സർവേഷൻ, ചരിത്രം, അറിവ്, പിന്നെ ലവണത്തെ മാറ്റിക്കുറുക്ക, പിന്നെ അടുത്ത ഘട്ടമായിട്ട് പറയുന്നതാണ് എന്ത്? ഭാവന. ഭാവന നമുക്ക് ഉണ്ടാവണം. ഭാവന എന്ന് പറഞ്ഞാൽ അതിരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിന്റെ പേര് ഒരു അതിരില്ലാത്ത സാധനമാണ് എന്ത്? ഭാവന. എന്തും ആലോചിച്ചുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ആലോചിച്ചുണ്ടാക്കാം. അതാണ് ഭാവന. അതെങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നിടത്താണ് നമ്മുടെ കവിതയും കഥയും വന്ന് നിൽക്കാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ബോറടിക്കുന്നുണ്ടാവുന്ന നമുക്ക് ഉറപ്പാണ്. എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നിർത്തും. അപ്പൊ ഈ അവസ്ഥയിൽ കവിത എഴുതാനും കഥ എഴുതാനും നമുക്ക് ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ കവിത്വം ഉണ്ടാവുക, കഥ ജനിക്കുക. ഇനി ലേഖനത്തെ കുറിച്ച് കൂടി പറയാം. ലേഖനം കുറച്ചും കൂടി വസ്തുതാപരമാണ്. കഥക്കും കവിതക്കും എന്ത് വേണ്ടില്ല? വസ്തുത ആവശ്യമില്ല, സത്യം വേണമെന്നില്ല. സത്യം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കവിത സത്യമായിട്ട് വരുന്നുണ്ടോ, കഥ സത്യമായിട്ട് വരുന്നുണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ വസ്തുതാപരമായിട്ട് ഒരു കാര്യം എഴുതുമ്പോൾ അതിലെന്തുണ്ടാവാൻ പാടില്ല? ഫാക്ട് എറർ ഉണ്ടാവാൻ പാടില്ല ലേഖനം എഴുതുമ്പോൾ. പിന്നെ വേണ്ടത് ആ കാര്യത്തെക്കുറിച്ചുള്ള ധാരണയാണ് ഉണ്ടാവേണ്ടത്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ധാരണ. അത് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതുമ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി നിൽക്കുന്നു എന്നാണ് അതിൽ വിശദീകരിക്കേണ്ടത്. ആ വിഷയത്തെക്കുറിച്ചൊരു ഇപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിൽ നാനാജാതി ഭാഷ വസിക്കുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു ഇൻട്രൊഡക്റ്റീവ് പാർട്ടായി അങ്ങനെയും കൊണ്ടുവരാം. അല്ലാത്തവർക്ക് പിന്നെ വൈലോപ്പള്ളിയുടെ കവിത കൊണ്ടുവരാം. അഭിമാനപൂരകമാണ് രാജ്യം എന്ന് പറയുന്ന കവിത കൊണ്ടുവന്നിട്ട് തുടങ്ങാം. അല്ലാത്തവർക്ക് ആരെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഏതെങ്കിലും കോട്ടിങ് കൊണ്ടുവന്ന് തുടങ്ങാം. ഇനിയൊക്കെ പോട്ടെ, ഇനി വലിയ വലിയ ആൾക്കാരൊക്കെ ഓടി എഴുതുന്ന നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് കൊണ്ടുവരാം. അപ്പോൾ വെറുതെ ഇന്നലെയാണ് സ്വാതന്ത്ര്യ സമരം ആഘോഷിച്ചത്, തുടങ്ങാം, നമ്മൾ അനുഭവിച്ച് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ പരയിലെ കുട്ടികളെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാഴ്ച കണ്ടിട്ട് അതിനെ ചെയ്ത വെള്ളക്കുപ്പായ വെള്ളച്ചുപ്പിയും ഇട്ട് കീശയിലൊരു ത്രിവർണ്ണ പതാകയുടെ ചിഹ്നം കുത്തി ആവേശത്തോടെ ചെറിയ കൊടിയും പിടിച്ച് നടക്കുന്ന ഒരാളുടെ ചിത്രത്തിലൂടെ, നമ്മൾ പറയുന്ന ഒരാളുടെ ചിത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ടറി പാർട്ട് തുടങ്ങാം. അത് നമ്മളെ രീതിക്കനുസരിച്ച് ഏതും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അടുത്ത പാരഗ്രാഫുകളിൽ നമ്മൾ എന്താണോ വിഷയം അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഡാറ്റകൾ അനിവാര്യമാണ്. ഡാറ്റകൾ ഉണ്ടാവണം. ഈ ഡാറ്റകൾ എവിടുന്ന് കിട്ടും? നമ്മളിൽ ഉണ്ടാവേണ്ട സ്റ്റോറേജ് മത്സരത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അല്ലാതെ ലേഖനം എഴുതാൻ ഡാറ്റകൾ ഇഷ്ടംപോലെ ഉണ്ട്. പത്രം നോക്കിയാൽ മതി, ഗൂഗിൾ നോക്കിയാൽ മതി, പുസ്തകം നോക്കിയാൽ മതി. മത്സരത്തിൻ്റെ അതുകൊണ്ട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മളെന്താണ്? സ്ഥിരം പത്രം വായിക്കുന്ന ഒരാളാവണം. ഏറ്റവും കുറവ് പത്രം വായിക്കുന്ന ഒരാളാവണം. പത്രം വായിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിൽ എന്താണ് ഇൽമുൽ ഹാൽ കിട്ടുള്ളൂ. ഇന്നത്തെ പുസ്തകം പറഞ്ഞ ഇൽമുൽ ഹാൽ കിട്ടണമെങ്കിൽ പത്രമെങ്കിലും ബേസിക്കായിട്ട് വായിക്കണം, ന്യൂസ് എങ്കിലും ബേസിക്കായിട്ട് കാണണം. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണുക എന്നുള്ളതല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ തരാം. അല്ല, ഇത് എന്ന് പറയുന്നത് പത്രം വായിക്കുക എന്നതൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിയും ധാരണയും വിവരം ഉണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണ്ടേ, തോന്നണ്ടേ, നമുക്കൊരു അഭിമാനം വേണ്ടേ, നമുക്ക് സ്വത്വത്തിനെ കുറിച്ച് ഞങ്ങൾക്കത് അറിയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മൾ ബഹുമാനിക്കും. ഓൾക്കതൊക്കെ അറിയാം, ഓളാണ് പഠിച്ചതാണ്, ഓൾക്ക് ഇതെല്ലാം അറിയാം, ഓളോട് അങ്ങനെ പറഞ്ഞൊന്നും നടക്കല, ഓൾ ഇങ്ങനെല്ലാം ആലോചിക്കുന്ന ആളാണ് എന്നുള്ള അപ്പുറത്തവർക്ക് തോന്നണ്ടേ. സ്വന്തത്തിനൊരു അഭിമാനം വേണ്ടേ? ആ അഭിമാനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വായന സംഗതികൾ. അല്ലാതെ എല്ലാവരും വായിച്ചാൽ കവിത എഴുതണമെന്നൊന്നുമില്ല, എല്ലാ ദിവസവും പത്രം വായിച്ച് കവിത എഴുതണമെന്നൊന്നുമില്ല, അതേത് ലേഖനം എഴുതണമെന്നില്ല. അപ്പോൾ ഈ അർത്ഥത്തിലൊരു വായന നമുക്കുണ്ടെങ്കിൽ പിന്നെ ഡാറ്റകളുടെ വിവരങ്ങളാണ്. കാര്യകാരണങ്ങൾ അവതരിപ്പിച്ച് നമ്മൾ വിഷയത്തെ എന്ത് ചെയ്യുന്നു? ഊട്ടി ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ സബ്സ്റ്റാൻഡ് ചെയ്യുന്നു, നമ്മളൊരു അഭിപ്രായം അവിടെ പറഞ്ഞു വെക്കുന്നു. ഇതാണ് അടുത്ത ഘട്ടങ്ങളിലെ പാരഗ്രാഫുകളിലൂടെ വേണ്ടത്.
ഇതിൽ നമ്മൾ സംഭവങ്ങൾ വിവരിക്കാം, ഡാറ്റകൾ, കണക്കുകൾ പറയാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും കഥയിലെ കഥാപാത്രത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയാം. എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ടും ഈ വിഷയത്തെ തെളിവുകൾ നിരത്തി നമ്മൾ എന്ത് ചെയ്യാണ്, ആ വിഷയത്തൊന്ന് ഉറപ്പിക്കുകയാണ്, കോൺക്രീറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ലേഖനത്തിൽ ഉണ്ടാകുന്നത്. ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ പാർട്ടാണ് വരിക. അപ്പോൾ വിഷയത്തിൻ്റെ കൺക്ലൂഷൻ നമ്മൾ പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ വിഷയത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ചു, പിന്നെ അവസാന ഘട്ടങ്ങളിൽ നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോഴാണ് ആ ലേഖനം നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ നിലപാട്. നമുക്ക് ഇന്ന വിഷയത്തിൽ ഇന്ന നിലപാടാണ്, എൻ്റെ നിലപാട് ഇത് എന്ന് പറഞ്ഞിട്ടല്ലോ എഴുതേണ്ടത്. അതിൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് എഴുതാം. ഈ നിലപാട് അത് വായിക്കുമ്പോൾ അറിയാം, അത് എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ നിലപാടാണ് ഈ നിലപാട് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ യുദ്ധം മനുഷ്യനെ നന്നാക്കുന്നുണ്ടോ? മനുഷ്യനെ യുദ്ധം നന്നാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എപ്പോഴും എല്ലാവരും നന്നാണ്ടേ? മനുഷ്യൻ നന്നാക്കുന്നതല്ല യുദ്ധം. മനുഷ്യനെ നിരന്തരം മനുഷ്യൻ്റെ അക്രമവാസനയെ, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അക്രമവാസനയെ പുറത്തു കൊണ്ടുവരുന്ന അതിൻ്റെ ഭീകരത അറിയിക്കുന്നതാണ് യുദ്ധം. അപ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചാണെങ്കിൽ നമ്മൾ എന്താണ് പറയുക, യുദ്ധം വേണ്ട എന്നുള്ളത് കോമൺ നിലപാടല്ലേ? ആരെങ്കിലും യുദ്ധം വേണം എന്ന് ആരെങ്കിലും പറയാം? ആരും പറയില്ല. യുദ്ധം വേണ്ട എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കാണണം? ആരെ കാണണം? ആരുടെ കണ്ണിലൂടെ കാണണം? അപ്പോൾ യുദ്ധത്തിലുള്ള പലസ്തീനിലുള്ള ബാലൻ്റെ കണ്ണിലൂടെ, അല്ലെങ്കിൽ അവിടുത്തെ പെണ്ണിൻ്റെ കണ്ണിലൂടെ ഒരു യുദ്ധത്തിൻ്റെ ഭീകരത നമ്മൾ കാണണം. ഉക്രൈനിലെ ഭീകരത കാണണം. ലോകത്തെ ആരൊക്കെ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ, ഏതൊക്കെ വിഭാഗം യുദ്ധത്തിൽ അനുഭവിക്കുന്നുണ്ടോ അവരുടെ കണ്ണുകളിലൂടെ നമ്മൾ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാം, ആ വിഷയത്തിൻ്റെ അവസാനിപ്പിക്കാൻ. ഈ രീതിയിലാണ് ലേഖനം എഴുത്ത് വരിക. കവിത, കഥ, ലേഖനം എങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സാധനത്തെ അഭിമുഖീകരിക്കേണ്ടത്. ഈ ഫെസ്റ്റിനേക്കാണ് നമ്മൾ സുഹൃത്ത്, ഫെസ്റ്റിനല്ലാതെ എഴുതുന്നവരവിടെ ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രകാശനം നടന്ന ലാക്കി മുസ്താണ്ടായപ്പോൾ എന്താണ് കുട്ടിയുടെ ഫാത്തിമ നാസറിനോ ആരായിരുന്നു? ഫാത്തിമ നാസർ നിങ്ങളാണ്. എന്തായിരുന്നു ആ നോവലിൻ്റെ തലക്കെട്ട്? മദീനയിലേക്ക് ഒരു ഓട്ടോ. ആ തലക്കെട്ട് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഫാത്തിമയോട് ചോദിച്ചിരുന്നോ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ചോദിച്ചിരുന്നോ? എന്താ മറുപടി പറഞ്ഞേ? മറുപടി എന്തായിരുന്നു പറഞ്ഞേ? അതിലെന്തെങ്കിലും സ്ട്രൈക്കിങ് നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയിട്ടില്ല? തോന്നി? എന്താ തോന്നി? ഒന്ന് മദീനയിലേക്ക് ഓട്ടോയിൽ ആരും പോയില്ല. അതാണ് കാര്യം. സാധാരണ സംഭവിക്കുന്ന നമ്മൾ എഴുതണ്ടല്ലോ. അസാധാരണമായി സംഭവിക്കുന്നതല്ല നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ തലക്കെട്ട് മദീനയിലേക്ക് ആരും ഓട്ടോയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ആ തലക്കെട്ട് വന്നു? ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള അസാധാരണത്വം നമ്മൾ എഴുത്തുകളിൽ മുഴുവൻ വേണം. മദീനയിലേക്ക് ആരും ഓട്ടോയിൽ പോലില്ല. പക്ഷെ ഓട്ടോ എന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വാഹനമാണ്. സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന വാഹനമാണ്. സാധാരണക്കാർ യാത്ര പോകുന്ന വാഹനമാണ്. വലിയ പൈസക്കാരല്ലെങ്കിൽ മീൻസ് ആ ആഡംബരത്തൊന്നും കാണാത്ത ഏറ്റവും അടിസ്ഥാന വിഭാഗം യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഓട്ടോ. അത് എവിടേക്ക് പോകുന്നു? മദീനയിലേക്ക് പോകുന്ന ഓട്ടോ വിളിച്ച് മദീനയിലേക്ക് പോകുന്നല്ല അതിൻ്റെ അർത്ഥം. അതിലുള്ള ജീവിതങ്ങൾ, ഓട്ടോയിലുള്ള ജീവിതങ്ങൾ മദീനയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്നതായിരിക്കാം അതിലെ പ്രമേയമെന്ന് ഞാൻ കരുതുന്നു. അപ്പം അങ്ങനെ ഒരു കഥയുണ്ടാക്കുന്നു. ആ കഥയെ അസാധാരണമായിട്ടുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മളിൽ എന്തുണ്ടാകുന്നത്? നമ്മളിനുള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്നത്. അപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിൽ സാധാരണത്വത്തിൽ നിന്ന് കവിഞ്ഞ് അസാധാരണമായിട്ട് അതിൽ എന്ത് ചേർത്താലാണ് ടേസ്റ്റ് കൂടുക എന്നുള്ളത് റിസർച്ച് ചെയ്യുമ്പോഴല്ലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ കൈമാറി വരുന്നൊരു ഇതുണ്ടാവണം, എന്താണ് റെസിപ്പി ഉണ്ടാവണം. ഇപ്പം എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ അച്ചാർ ഉണ്ടാക്കുന്ന ഓരോ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും.
അല്ലാതെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കേടുകൾ വരും, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കേടുകൾ വരും. അപ്പോൾ ഓരോരാൾക്കും ഓരോ കഴിവാണ്. അപ്പം എല്ലാവരും കവിത എഴുതാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല, എല്ലാവരും എഴുത്തുകാരെന്ന് പറഞ്ഞാലും നടക്കുന്ന കേസല്ല. ആനുണ്ടായ പിന്നെ ഈ നാട് നശിച്ച പോലെ. കവികൾ ഈ രാജ്യത്ത് കയറ്റൂല എന്ന് പ്രഖ്യാപിച്ച, കവികൾക്ക് ഈ രാജ്യത്ത് വസിക്കാൻ യോഗ്യതയില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് പ്ലാറ്റോ. എന്ത് വെച്ച് ഒരു ഭാവനാജീവികളാണ്, അവരെ കൊണ്ട് വേറെ പണിയൊന്നുമില്ലാന്ന്. ഭാവനാജീവികൾ എന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ച് കുറെ കാര്യങ്ങൾ കൂട്ടി നാടിനൊരു ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നാട്ടിൽ തന്നെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ഭാവനാജീവികൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഭാവനയിൽ ജീവിക്കുന്നവരാണ്, ഫാന്റസിയുടെ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും ആര്? കവികൾ. പക്ഷെ അവരുടെ ഭാവന എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഋഷിത്വമുള്ളവരാണ് ആളുകളായിരിക്കും. ഋഷിത്വം എന്ന് പറഞ്ഞാൽ ദാർശനിക ഭാവമുള്ള ആളുകളായിരിക്കും. ആ ഭാവമാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത്. നിങ്ങൾ കവിതാ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? വായിച്ചിട്ടുണ്ടോ? കവിതകൾ വായിക്കണ്ടോ? കവിതകൾ വായിച്ചാണ് ഇമേജിനറികൾ, രൂപകങ്ങൾ, ഈ ബിംബങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കവിതയിൽ വരുന്ന സംഗതികളാണ്. അതിൻ്റെ ടെക്നിക്കാലിറ്റിയാണ് പറഞ്ഞത്. ഇത് നമ്മളൊരു ഉപമ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുപ്പിയെ അധികരിച്ചാണ് നമ്മൾ ഒരു കവിത എഴുതുന്നതെങ്കിൽ അതിലെ ബിംബം എന്ന് പറയുന്നത് കുപ്പിയാണ്. ഗാന്ധിയെക്കുറിച്ചാണ് കവിത എഴുതുന്നതെങ്കിൽ ഗാന്ധിയാണ് അതിൻ്റെ ബിംബം. മാതൃക എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഗാന്ധി അധികരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കവിത എഴുതുന്നത്. അങ്ങനെ ഓരോ മാതൃകയും ബിംബവും നമ്മുടെ കവിതയിലുണ്ടാകും. കഥയും അങ്ങനെ തന്നെ. കവിത ഒന്ന് ആറ്റിക്കുറുക്കി ചെറുതാക്കി എഴുതുകയാണെങ്കിൽ കഥ ഒന്ന് അടിച്ചു പരത്തി എഴുതുന്ന കൊലം അത്രേ ഉള്ളൂ. ഒന്ന് പൂരിയാണെങ്കിൽ മറ്റേത് ചപ്പാത്തി എന്ന അർത്ഥത്തിൽ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ കഥ എഴുതുമ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഥ എഴുതുമ്പോൾ നമ്മൾ പറയുന്ന കഥ സന്ദർഭങ്ങൾ, പശ്ചാത്തലം, അത് നമ്മുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ കാണണം, അത് വിശദീകരിച്ച് എഴുതണം എന്നുള്ളതാണ്. അതിന് കഥകൾ നമ്മൾ വായിക്കണം. ഇപ്പോൾ റോഡിലൂടെ ബസ് പോയി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എങ്ങനെയായിരിക്കും? 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 അല്ലെങ്കിൽ മഴ പെയ്തു, ഇന്നത്തെ മഴ പെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഒരു കഥാകൃത്ത് മഴ പെയ്യുന്ന എഴുതൂല, അങ്ങനെ എന്ത് എഴുതാട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ആകാശത്തിന് അതീവ ദുഃഖമുള്ള ദിനമായിരുന്നു, അത് നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം ഒഴുക്കി കളഞ്ഞുകൊണ്ടേയിരുന്നു, അതെൻ്റെ ശിരസിലും തട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങി എന്നല്ല, അതിൻ്റെ കുളിർമ എൻ്റെ ഹൃദയത്തിൽ തട്ടി. അപ്പോഴും തന്നെ മഴയുടെ ഒരു അനുഭവം ഉണ്ടായില്ല. മഴ പെയ്തു അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്തു എന്ന് പറയുമ്പോഴുണ്ടാകുന്നത് അനുഭവമല്ല, അതൊരു നടന്നൊരു സംഭവത്തെ പറയുന്നു. ഇന്നലെ മഴ പെയ്തു അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്തു പോയി. പക്ഷേ ഇങ്ങനെ ആകാശം കരഞ്ഞ് അതിൻ്റെ കണ്ണീര് തുള്ളി എൻ്റെ ദേഹത്ത് തട്ടി എൻ്റെ ഹൃദയത്തിലൊരു കുളിർമ ഉണ്ടായി എന്ന് പറയുമ്പോൾ മഴ പെയ്തതിൻ്റെ അനുഭവമാണ് നമുക്ക്. അപ്പോൾ എഴുത്തുകാരനെ, വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം ഉള്ളിലേക്ക് കിട്ടുമ്പോൾ മാത്രമാണ് അയാൾ കൂടുതൽ വായിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ കഥയിലേക്ക് എത്തുന്നുള്ളൂ. മഴ പെയ്തുകൊണ്ട് മാത്രം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ സംഗതിയാണ് കേട്ടോ. മഴ പെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തില്ല? കഥയില്ല, സംഭവമുള്ളൂ, നടന്ന സംഭവമുള്ളൂ, കഥയില്ല. അപ്പം ഈ കഥ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ കഥാപാത്രത്തെ നിർമ്മിക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ കോലം, കഥാപാത്രത്തിൻ്റെ ലുക്ക്, വേഷം, സ്വഭാവം, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പറയാതെ പറഞ്ഞോളൂ. അപ്പോൾ ഒരു ഉപ്പപ്പാണ് കഥാപാത്രമെങ്കിൽ അയാൾ നിരന്തരം കുരക്കുന്ന ആളാണെങ്കിൽ, കുരക്ക മീൻസ് ചുമക്കുന്ന ആളാണെങ്കിൽ നമ്മളെന്ത് എങ്ങനെ പറയും? പഴകി ദ്രവിച്ച ശരീരത്തിൽ ആത്മാവുണ്ടോ എന്ന് പോലും അറിയാത്ത അയാളിൽ നിന്നൊരു അയാൾ താങ്ങാതിനപ്പുറമുള്ള ശബ്ദം പുറത്തു വന്നുകൊണ്ടേയിരുന്നു. സംഗതി എന്താ? ഒന്ന് ചുമച്ചതാണ്. അതിനെങ്ങനെയാ കഥയിലൂടെ പറയാം? ഇങ്ങനെയാണ് കഥയിലൂടെ പറയാം.
അപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ അനുഭവ വിവരണം കഥയിലൂടെ ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോഴാണ് കഥ സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം ചുമച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ വായിക്കുന്ന പറയാം എന്നാൽ ഒരു 2 ടോണിക്കും കൂടി കൊടുത്താൽ പോരെ, കഴിഞ്ഞില്ലേ എന്നാ പറയാം. അപ്പോൾ വായനക്കാരനെ നിർത്താതെ വായനക്കാരൻ്റെ വായനയെ ദീർഘം സഞ്ചരിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ഉദ്ദേശം. ഈ അർത്ഥത്തിൽ ആണ് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എഴുതിക്കൊണ്ടൊന്നും ഒരു വാക്കുപോലും ഞാൻ മറിച്ച് നോക്കിയിട്ടില്ല ഇതുവരെ. എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുത്തിൻ്റെ ആവശ്യകതയിലേക്ക് പോയാൽ തന്നെ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂറിലധികമായി നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. 10:20 തുടങ്ങിയില്ലേ, സമയത്തേ 11:34. ഇനി നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. ചോദ്യം ചോദിക്കാം, പക്ഷെ ഉത്തരം പറയാൻ ആളല്ല, പക്ഷെ അഭിപ്രായം പറയാം എന്ന രീതിയിലേക്ക് നമുക്ക് അടുത്ത സെഷൻ കൊണ്ടുപോകാൻ തോന്നും.